خواجہ معین الدین لخمسة نطفي بها هرا وباء الحاتما المصطفى والمرتضى وابناهما والفاطمة. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സദസ്സിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തന്ന സയ്യിദ് നാസർ ഹൈ ശിഹാബുദ്ദീൻ അവറുകളെ, ഈ സദസ്സിലിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട അഹ്ലു ബൈത്തിന്റെ പ്രകാശം ഈ സമുദായത്തിന് സമ്മാനിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയ ശരീരങ്ങളുടെ ഉടമസ്ഥരായ ബഹുവന്യ സയ്യിദന്മാരെ, ഈ സദസ്സിന്റെ അധ്യക്ഷൻ വളരെ നാളുകൾ കൊണ്ട് ഈ മഖാമിൽ മദീനയുടെ വെള്ളരിപ്രാവ് എന്ന് പറയുന്ന പോലെ ഈ മഖാമിന്റെ ചുറ്റുവട്ടത്ത് ഖാദിമായി മുദരിസായി ഇവിടത്തോടുള്ള മഹബത്ത് കൊണ്ട് സേവനമനുഷ്ഠിക്കുന്ന പാറന്നൂർ ഉസ്താദിന്റെ പൊന്നുമകൻ ബഹുമാനിന്റെ മാതൃകയുമായ പി അബ്ദുൽ ജലീൽ ബാഖി ഉസ്താദ് അവர்கள், ഫൈസൽ ഫീസി ഉസ്താദ് ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ കുട്ടിയ സന്താരി ഉസ്താദ്, നാസർ ഫീസ് കൂടത്തായി, മുറഫീസിയൊക്കെ തുടങ്ങി സമസ്തയ്ക്ക് വേണ്ടി ജീവിതവും സമർപ്പിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണീത്ത് ഉസ്താദ് മുതൽ തുടങ്ങി വെച്ച പ്രകാശം കെട്ടുപോകാതെ നമ്മളാലാവുന്ന വിധം അതുകൊണ്ട് ലോകത്തോടൊരു വലിയ പോരാട്ടം തന്നെ നടത്തും എന്ന വലിയ വിപ്ലവത്തിന്റെ വാക്കുകളുമായി ആദർശത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത പ്രമുഖരെ, ഇതിന്റെ സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരായ സഹോദരങ്ങളെ, പല സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ വന്നു ചേർന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, ഉമ്മപെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ, പൊതുപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ധരിക്കുന്ന ഇതര മതങ്ങളിലുള്ള ആരെങ്കിലും ഈ മഖാമിന്റെ പരിസരത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കൾ മനുഷ്യർക്ക് തണലാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ലാത്തതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ വിരിഞ്ഞു തുളുമ്പുന്ന മഖാമുകളിൽ ഒരുപാട് ഇതര മതങ്ങളിൽപ്പെട്ടവരെ നമുക്ക് കാണാം. അങ്ങനെയുള്ളവരാരെങ്കിലും ഇതിന്റെ പരിസരത്തുണ്ടെങ്കിൽ അവർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഇന്ന് ഈ സമയത്ത് നമ്മളെക്കാൾ ഭാഗ്യം ചെയ്തവർ ആരാണ് നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിൽ ഉള്ളത് എന്ന് നിങ്ങൾ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. അവരെ പഠിക്കാൻ, അവരെ മനസ്സിലാക്കാൻ കേവലം നമ്മുടെ കൽബുകളും കാതുകളും കണ്ണുകളും കൊണ്ട് നമുക്ക് കഴിയില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സംഘാടകർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും എന്ന ധൈര്യത്തോടുകൂടി പറയാൻ പറ്റിയാൽ അവർക്ക് തന്നെ അടുത്ത വർഷം മുതൽ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്ന വിധത്തിൽ മഹാനുഭാവന്മാരുടെ കറാമത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരി വിതറിക്കൊണ്ടിരിക്കുന്നു അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആൺകുട്ടികളുടെ അരികിൽ. ഓർക്കുക, അല്ലാഹു വലിയവൻ എന്ന ശീർഷകത്തിന് താഴെയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹു ആ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനം റബ്ബിന് കൊടുത്ത് അല്ലാഹു വലിയ സ്ഥാനം തന്ന് അനുഗ്രഹിക്കുന്ന ഔലിയാക്കളുടെ പൊരുത്തമുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് ഈ ഭൗതിക ലോകത്തിൽ കടമകളും കടപ്പാടുകളും എല്ലാം പൂർത്തിയായി മരിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആമുഖ പ്രാർത്ഥനയോടെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സ് വിതുമ്പുന്നത്
മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത് ഒരിക്കലും തന്റെ കൽബിനകത്ത് ഒതുക്കി നിർത്താൻ സാധിക്കാത്ത നിറഞ്ഞു തുളുമ്പുന്ന സങ്കടമൊന്ന് അടക്കി വെക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ പോയാൽ സാധിച്ചെങ്കിലോ എന്ന് മനസ്സിലാക്കിയിട്ട് വിതുമ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. തങ്ങൾക്ക് പോകാനുള്ള സൗകര്യം സംഘാടകർ ചെയ്തു കൊടുക്കുക. നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കടന്നു വരുമ്പോൾ എനിക്കൊരു വലിയ വിഷമമാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു നോക്കിയൊക്കെ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ മനസ്സിന് വലിയ സങ്കടം തോന്നിപ്പോരുണ്ട്. തങ്ങന്മാരൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ വന്ന് കയറാം. പക്ഷെ എനിക്ക് അവിടെ നിന്നിട്ട് ഇപ്പൊ പ്രസംഗിക്കുന്ന ആരാണെന്ന് നോക്കിയിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ അത് തങ്ങൾ പൊരുത്തപ്പെടണം, നിങ്ങളും പൊരുത്തപ്പെടണം. നിങ്ങൾ പിന്നെ പെട്ടെന്ന് ഇപ്പോ ഈ പരിപാടിയുടെ ഇടയിൽ മുസാഫത്തിന് എന്നാ തങ്ങൾക്ക് പോകാൻ പറ്റൂല. അവരങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. എനിക്ക് വലിയ വിഷമമുണ്ടായ ഒരു സമയം, ഒരു സന്ദർഭം ഞാൻ നാസർ വൈസി കൊടുത്തായിരിക്കുന്നത് കൊണ്ട് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഓടി. എന്റെ മനസ്സിന് സമാധാനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറഞ്ഞു പോയിട്ട് എന്റെ മനസ്സ് വിതുമ്പി പൊട്ടുകയാണ്, സഹിക്കാൻ കഴിയുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭവനത്തിൽ ചെന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട ആയിഷ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടും അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും എടുത്ത് മാറ്റാൻ കഴിയാത്ത ഏറ്റവും വലിയ ഒരു അത്ഭുതത്തെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ജീവിതം മുഴുവനും ഞാൻ അറിഞ്ഞത് മുതൽ, ഞാൻ അനുഭവിച്ചത് മുതൽ, ഞാൻ സ്പർശിച്ചത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവനും അത്ഭുതമായിരുന്നു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാണ്. എന്തോ ഒരു ഭാഗ്യവതിയാണ്. വടവൂര് മഖാമിന്റെ ഉറൂസിന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ആയിഷ റളിയല്ലാഹു അൻഹ എന്തോ ഒരു ഭാഗ്യവതിയാണ്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവനും അത്ഭുതം തന്നെയാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ട് അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഒരു ദിവസം നടന്ന അത്ഭുതം, ഒരു സമയത്ത് നടന്ന ഒരു അത്ഭുതം എന്റെ കൽബിൽ ഒരിക്കലും എനിക്ക് മറക്കാനും മാറ്റാനും കഴിയില്ല. അതിന്റെ മനസ്സിനെ വല്ലാതെ മാറ്റിപ്പിളർന്നുകൊണ്ടിരിക്കുന്നു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ രംഗം എപ്പോഴും എന്റെ മനസ്സിന്റെ കപ്പ് നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയണം, എനിക്ക് ആ രംഗത്തെ കുറിച്ച് അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സന്തോഷവും ഒരുപാട് സന്ദർഭവും പങ്കിടാൻ ഭാഗ്യം ലഭിച്ച ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ആ രംഗത്തെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കും, അബ്ദുല്ലാഹ്, ഒരു ദിവസം എന്റെ ഞെറുക്ക് വീണ ദിവസം, എന്റെ അരികിൽ മുത്തു റസൂൽ കിടക്കണം എന്ന് തീരുമാനിക്കപ്പെട്ട ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാനുമായി കിടക്കയിൽ ഇങ്ങനെ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, തഅദനു യാ ആയിഷ, ഞാൻ പറഞ്ഞു, നബിയെ, അങ്ങയുടെ മുഖത്ത് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ, അങ്ങയുടെ മനസ്സിൽ എന്തോ എന്നോട് സംസാരിക്കാനുണ്ടല്ലോ. നബി തങ്ങൾ പറഞ്ഞു, വേറൊന്നുമില്ല ആയിഷ, അതഅദനു യാ ആയിഷ, എനിക്ക് നീ അനുവാദം തരണം. എനിക്ക് നമസ്കരിക്കാൻ തോന്നുകയാണ്, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ തോന്നുകയാണ്, എനിക്ക് നീ അനുവാദം തരണമെന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ അനുവാദം കൊടുത്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. എന്തോ ഒരു മര്യാദയുടെ, എന്തോ ഒരു വൃത്തിയുടെ, എന്തോ ഒരു സംതൃപ്തിയുടെ, എന്തോ ഒരു നല്ല ദാമ്പത്യത്തിന്റെ മാധുര്യമാണ് ആ വാക്കിലൂടെ ആ ചെറിയ കൂരക്കകത്ത് നിന്ന് പറന്നുയർന്നത് എന്ന് എന്റെ മടവൂര് വന്ന സഹോദരങ്ങൾ തിരിച്ചറിയുക. ആയിഷ റളിയല്ലാഹു അൻഹയോട് അനുവാദം ചോദിക്കുന്നു, തനിക്ക് അനുവദിക്കപ്പെട്ട രാത്രിയിൽ നിന്ന് തന്റെ പടച്ചതമ്പുരാന് സമർപ്പിക്കാൻ കുറച്ച് സമയം എനിക്ക് തരുമോ? ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതം കൊടുത്തപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ മാറിയിരുന്നു, കുറെ സമയം ഞാൻ മാറിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര സമയം നമസ്കരിക്കുന്നു എന്നെനിക്ക് കണക്കുകൂട്ടാൻ കഴിയുന്നില്ല. ഇപ്പൊ മടങ്ങി വരുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയി നോക്കിയിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരമാണ്. ഒന്നാമത്തെ റകഅത്തിൽ ദൈർഘ്യമേറിയ ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന നൃത്തമായിരുന്നു. റുകൂഇലങ്ങനെ രണ്ടാമത്തെ റകഅത്തിലേക്ക് നബി തങ്ങൾ തക്ബീർ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദം ഇടറുന്നത് ആ പാതിരാത്രിയിൽ നിശബ്ദമായി കിടക്കുന്ന ആ രാത്രിയുടെ യാമത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദമിടറുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു. അബ്ദുള്ള, എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നബി തങ്ങൾ രണ്ടാമത്തെ റക്അത്തിന്റെ റുകൂയിലേക്ക് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുന്നത് കണ്ടിട്ട് എന്റെ കൽബ് പിടഞ്ഞുപോയി. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇബാദത്തിലൂടെ നബി തങ്ങൾ അത്രത്തോളം സമയമെടുത്ത് ഇബാദത്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുജൂദിലേക്ക് പോയിട്ട് അവിടെ എഴുന്നേൽക്കാൻ ഒരുപാട് സമയമെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തയ്യാത്തിലിരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി തങ്ങൾ നിസ്കരിച്ച ആ മണ്ണിനരികിലേക്ക് ഞാൻ നീങ്ങിയിരുന്നു. എന്നിട്ട് എന്റെ കൈ കൊണ്ട് നബി തങ്ങൾ സുജൂദ് ചെയ്ത മണൽപ്പരി ഞാനൊന്ന് തടവി നോക്കിയപ്പോൾ നബി തങ്ങളുടെ കണ്ണുനീര് കൊണ്ട് ആ മണൽപ്പരികൾ നനഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടപ്പോ ഞാൻ വല്ലാതെ തളർന്നുപോയി എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നു, അന്ന് രാത്രി മുഴുവനും നബി തങ്ങൾ കണ്ണീരായിരുന്നു. ഞാനൊന്നും അടുത്തു പോയില്ല, എനിക്ക് ഭയമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രത്തോളം കരയുന്നത് കണ്ടിട്ട് സഹിക്കാനാകാതെ ഞാൻ മാറിയിരുന്നു. അവസാന സുബ്ഹിന്റെ സമയമാകുമ്പോ എന്നും ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുവാദം ചോദിച്ചിട്ടാണ് വാങ്ങി വിളിക്കാൻ പോകാറുള്ളത്. നമ്മുടെ ദീനിന്റെ മുമ്പിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലെ വാങ്ങിന്റെ സമയമായി, ഞാൻ വാങ്ങി കൊടുക്കട്ടെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചിട്ടാണ് വാങ്ങി വിളിക്കാൻ പോകാറുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചു. പുറത്ത് വന്നതിന് അനുവാദം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ വാങ്ങി വിളിക്കാൻ സമ്മതം കൊടുത്തപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൽബ് പിടഞ്ഞുപോയി. എല്ലാ ദിവസവും മറുപടി തരുന്നത് പോലെയല്ല മുത്ത് റസൂൽ എന്ന് മറുപടി തന്നത്. എല്ലാ ദിവസവും അല്ലാഹുവിന്റെ റസൂൽ നീ വാങ്ങി വിളിച്ചോ ബിലാലെ എന്ന് പറയുന്ന പോലെയല്ല ഇന്ന് മുത്ത് റസൂൽ എനിക്ക് മറുപടി തന്നത്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞിരിക്കുകയാ. ആ കണ്ണൊന്ന് നിറഞ്ഞാൽ, ആ കൽബൊന്ന് പിടഞ്ഞാൽ, ആ മനസ്സൊന്ന് വിങ്ങിയാൽ, ആ ഹൃദയമൊന്ന് നൊമ്പരപ്പെട്ടാൽ ആ പ്രിയപ്പെട്ട സഹാബത്തിന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്തിനാ കരയുന്നത് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഇറങ്ങി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ബിലാലെ, ഇന്നലെ രാത്രിയിൽ ജിബ്രീൽ വന്നിരുന്നു. ബിലാലെ, ഇന്നലെ രാത്രിയിൽ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിരുന്നു. ബിലാൽ, ആ ബിലാലിനോട് പറയുന്ന മുത്ത് റസൂൽ. എന്നിട്ട് ആ ബിലാലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരു ആയത്തിനെ ഓതി കേൾപ്പിച്ചിരുന്നു. ആയത്തിന്റെ അർത്ഥഗാംഭീര്യം മാത്രമല്ല, ആ ആയത്ത് ഓതി കേൾപ്പിച്ചതിന് ശേഷം ആ ആയത്തിനെ സമർപ്പിച്ച് ആ ആയത്തിനെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ പറഞ്ഞതായ ചില വർത്തമാനങ്ങൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വർത്തമാനത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ഒന്ന് പറയണം നബിയെ, ഒരു രാത്രി മുഴുവനും അങ്ങനെ കരയിപ്പിച്ച് കളയാൻ മാത്രം എന്താ ഇന്നലെ സംഭവിച്ചു പോയത്? ഇന്നലെ രാത്രി മുഴുവനും അങ്ങ് പൊട്ടിക്കരഞ്ഞു പോകാൻ കാരണമായ അവസ്ഥയുണ്ടെന്ന് പറയണം നബിയെ. ബിലാൽ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാ. ആനന്ദ റസൂൽ വിശദീകരിക്കുകയാ, പ്രിയപ്പെട്ട ബിലാൽ, ഇന്നലെ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഓതി കേൾപ്പിച്ച ഒരു ആയത്തുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികൾ സൃഷ്ടിച്ചതില്, രാപകലുമല്ല മാറി മറിയുന്നതില്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തൂണില്ലാതെ വെള്ളവിധാനിച്ചതുപോലെ വിരിച്ചു നിൽക്കുന്ന വെള്ളപ്പന്തൽ പോലുള്ള പ്രവിശാലമായ ആകാശമുണ്ടല്ലോ. ആകാശലോകത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് എന്റെ മടങ്ങൂര് വന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെന്തറിയാം? ആകാശത്തെ പടച്ചതിലുണ്ട് ഈ പ്രവിശാലമായ ഭൂമിയുണ്ടല്ലോ. എത്ര അളന്നാലും വീണ്ടും ബാക്കി കിടക്കുന്ന പ്രവിശാലമായ ഭൂമിയുണ്ടല്ലോ. ഈ പ്രവിശാലമായ അത്ഭുതങ്ങളും അത്യത്ഭുതങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയുണ്ടല്ലോ. ഒഴിച്ചു പോയാ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതമാണ്, അളന്നു പോയാ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതമാണ്. ഈ ആകാശത്തെ, ഈ ഭൂമിയെ സൃഷ്ടിച്ചതിലുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. ആകാശഭൂമികളെ പടച്ചതില്, രാപകലുമല്ല മാറി മറിയുന്നതില്, പകൽ സമയവും രാത്രിയും ഇങ്ങനെ മാറി വരുന്നതാരാ? മാറ്റുന്നതാരാ? കണക്ക് കൂട്ടുന്നതാരാ? ഈ പകലും രാത്രിയും കൃത്യമായി മനുഷ്യന് സമ്മാനിക്കുന്നതാരാ? ആയിഷ റളിയല്ലാഹു അൻഹ
ബുദ്ധിയുള്ളവർക്ക്, ഉൾക്കാഴ്ചയുള്ളവർക്ക്, ഉൾക്കണ്ണുള്ളവർക്ക്, ആൺകുട്ടികൾക്ക്, അല്ലാഹുവിനോട് അടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക്, അല്ലാഹുവിന്റെ വലിപ്പത്തെ മനസ്സിലാക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്ന നബിയെ എന്തിനാ കരയുന്നത്? നബിയെ, അല്ലാഹുവിന്റെ റസൂലെ എന്തിനാ നബിയെ നിനക്ക് അറിയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ ആയത്ത് ഓതിയതിനു ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞതെന്തെന്നറിയുമോ? ഈ ആയത്ത് ഓതി കേൾപ്പിച്ചതിന് ശേഷം പിന്നെ ജിബ്രീൽ പറഞ്ഞതെന്താ? വൈലുൻ അലാ മൻ ഖറഅഹാ, വൈലുൻ അലാ മൻ ഖറഅഹാ. ഈ ആയത്ത് പാരായണം ചെയ്യുന്നവർക്ക് നാശമെന്ന് മുഖറബുൽ അംലാഖ് ജിബ്രീൽ. ഈ ആയത്ത് പാരായണം ചെയ്യുന്നവർക്ക് നാശമെന്ന് ജിബ്രീൽ. എങ്ങനെ പാരായണം ചെയ്യുന്നവരാണ്? വലം യതഫക്കറു ഫീഹാ, അതിനെക്കുറിച്ച് ചിന്തിക്കാറ്, അതിനെക്കുറിച്ച് ആ ആയത്തിനകത്ത് പറഞ്ഞ അത്ഭുതകരമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറ് വെറുതെ പാരായണം ചെയ്യുന്നവർക്ക് നാശമെന്ന് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ എന്നോട് പറഞ്ഞു. ബിലാൽ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചിന്തിച്ചു പോവുകയാ, എത്ര സഹാബികളാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുക, എത്ര മനുഷ്യരാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് നാശമെന്ന് ഖുർആൻ. ഭൂമിയെ കുറിച്ച് ചിന്തിക്കാത്തവന് നാശമെന്ന് പടച്ചതമ്പുരാൻ. ആ രാത്രിയും പകലും മാറി മാറി വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്തവർക്ക് നാശമെന്ന് അല്ലാഹുവിന്റെ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബികളോട് വന്ന് പറയുമ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ശാസ്ത്രം പറയാൻ പോവുകയില്ല, ആകാശഗോളങ്ങളെ വിശദീകരിക്കുകയില്ല, ഭൂമിയുടെ വലിപ്പത്തെ വിശദീകരിക്കുകയില്ല. അതൊക്കെ പറയാൻ ഇവിടെ നൂറുകണക്കിന് ഉസ്താദുമാര് വേറെയുണ്ട്. എന്റെ മടവൂര് മഹാവിന്റെ തിരുമുമ്പിൽ വന്നിരിക്കുന്നവരെ, ഈ ഒരത്ഭുതത്തെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞതെന്തിനെന്ന് നിങ്ങൾക്കറിയോ? ആകാശത്തിന്റെ അത്ഭുതത്തെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞതെന്തിനാ? ഭൂമിയുടെ അത്ഭുതത്തെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞതെന്തിനാ? രാത്രിയും പകലും മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞതെന്തിനാ? ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഏറ്റവും വലിയ പഠനത്തിന്റെ പരമോന്നതമായ പദവിയിലേക്ക് പറന്നു തരാൻ വേണ്ടിയിട്ടല്ല, നീ ഏറ്റവും വലിയ ശാസ്ത്രലോകത്തെ വെല്ലുവിളിക്കുന്ന പ്രവാചകനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അതിലൂടെ അല്ലാഹുവിനെ തിരിച്ചറിയാനാണ്, അല്ലാഹുവിന്റെ വലിപ്പത്തെ മനസ്സിലാക്കാനാണ്, അല്ലാഹുവിന്റെ ഏറ്റവും അസഹ്യമായ കഴിവിനെ തിരിച്ചറിയാനാണ്. അല്ലാഹു പടച്ചതമ്പുരാൻ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്യത്ഭുതകരമായ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനാണ്. അപ്പോഴാണ് പള്ളിമനാലെത്തിയുടെ വാങ്ങി വിളിക്കുമ്പോ എല്ലാ തിരക്കുകളും പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് പോയി നമസ്കരിക്കാം. എന്റെ കോഴിക്കോട് ജില്ലയിലെ ചെറുപ്പക്കാരാ, നിനക്ക് തോന്നുന്നത് അപ്പോഴാണ് പൊന്നുപോലെ. ആകാശത്തിന്റെ അത്ഭുതം നീ തിരിച്ചറിഞ്ഞ, ഭൂമിയുടെ അത്ഭുതം നീ തിരിച്ചറിഞ്ഞ, പ്രപഞ്ചത്തിന്റെ അത്ഭുതം നീ തിരിച്ചറിഞ്ഞ, രാപകലുകൾ മാറി മറിയുന്നതിന്റെ അത്ഭുതത്തെ നീ തിരിച്ചറിഞ്ഞു പോയാ അള്ളാന്റെ പള്ളിയുടെ വാങ്ങി വിളിക്കുമ്പോ നമസ്കരിക്കാൻ പോകാതിരിക്കാൻ നിനക്ക് കഴിയൂല, കണ്ണുപിടിക്കാൻ നിനക്ക് തോന്നൂല, വ്യഭിചരിക്കാൻ നിനക്ക് തോന്നൂല. ഈ പ്രപഞ്ചം മുഴുവനും ആ പടച്ചതമ്പുരാന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകാശം തുറന്ന് സമ്മതിക്കുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. ഈ ഭൂമി തുറന്ന് സമ്മതിക്കുന്നു, ഈ പർവ്വതങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു, ഈ മണപ്പരകളെ, മണപ്പുള്ളുകളെ, മരച്ചില്ലകളെ, മണൽപ്പരപ്പുകള് അത് മുഴുവനും തുറന്ന് സമ്മതിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചവനെ, നീ തന്നെയാണ് വലിയവനല്ലോ, നീ തന്നെയാണ് വലിയവനല്ലോ. എന്നാൽ ലോകം മുഴുവനും തുറന്ന് സമ്മതിക്കുന്ന ആ അത്ഭുതത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ വീണ്ടും പറയട്ടെ. മുത്തുനബികളോട് അല്ലാഹു പറഞ്ഞതെന്താ? അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദി വത്തയ്യു സഫാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ലോകത്തെ, ആകാശത്തെ, ഭൂമിയെ, രാത്രി പകലിനെ മാറി മറിയുന്നതിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് മുഴുവനും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ട് ആ ആയത്തിനെ വെറുതെ ഓതിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അവർക്ക് നാശമെന്ന് ജിബ്രീൽ പറഞ്ഞപ്പോ ഒരു രാത്രി മുഴുവനും നമ്മുടെ മുത്തറസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരഞ്ഞു. എന്തുകൊണ്ട്? ആ കാലഘട്ടത്തിലുള്ളവർ അതിനെക്കുറിച്ച് അത്ഭുതകരമായി ചിന്തിക്കും. പിന്നീട് കഴിഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ആരാണ് എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ അത്യത്ഭുതകരമായി അതിന്റെ ഗാംഭീര്യതയെ കുറിച്ച് ചിന്തിക്കുക?
അവർക്ക് നാശമെന്ന് ഖുർആൻ പറയുമ്പോ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതിനെ വ്യായാമം പോലെ കൊണ്ടു നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ വലിപ്പത്തെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയില്ല. അള്ളാഹുവിന്റെ വലിപ്പത്തെ മനസ്സിലാക്കുമ്പോ അതിനു വേണ്ടിയിട്ടാണ് ലോകത്ത് മുഴുവൻ ത്യാഗവും മഹാന്മാരും സഹാബികളും ശുഹദാക്കളും ഒക്കെ സഹിച്ചത്. അല്ലാഹു അക്ബർ എന്ന ആ ഒരു വലിപ്പത്തിന്റെ പതാക കയ്യിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലോകം മുഴുവനും അത് തുറന്ന് സമ്മതിക്കുന്നു. അള്ളാഹു നബിതങ്ങളോട് അത് ചോദിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കെന്താ? അലം തറ, നബിയെ അങ്ങ് കാണുന്നില്ലേ എന്നാണ്. എന്ന് പറഞ്ഞാൽ മുത്ത് റസൂലിനത് കണ്ട് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഅബാലയം പൊളിക്കാമെന്ന അബ്രഹത്തിന്റെ ആനപ്പടയുടെ സംഭവത്തെ അള്ളാഹു മുത്ത് റസൂലിനോട് പറഞ്ഞത് എങ്ങനെയാ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. നബിയെ ആനയുടെ ആളുകാരെ ആനപ്പടക്കാരോട് എങ്ങനെയാണ് അള്ളാഹു പെരുമാറിയതെന്ന് നബിയെ നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാ. അള്ളാഹു ലോകത്ത് നടന്ന അത്ഭുതങ്ങളെ കണ്ണിന് മുന്നിൽ നടന്നതുപോലെ വിശദീകരിച്ചു കൊടുത്ത കാര്യങ്ങളെയാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ അലം തറ എന്ന പടച്ചതമ്പുരാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാക്കെടുത്തുകൊണ്ട് മുത്തുനബിയോട് പറയുകയാ, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമിയിലുള്ള മുഴുവനും അള്ളാഹു പടച്ചതമ്പുരാന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അള്ളാഹുവിന്റെ റസൂൽ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ മൻഫി സമാവാത്ത് ഉപയോഗിച്ചത് കൊണ്ട് ആകാശത്തിലുള്ള ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒന്നുമല്ല, പിന്നെന്താ മലക്കുകളാണ് എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നു. ആകാശത്തിൽ പറക്കുന്ന പറവകളോ ഗോളങ്ങളോ നക്ഷത്രങ്ങളോ ആയിരുന്നു എങ്കിൽ ഇവിടെ അല്ലാഹു മാ ഫിസ് സമാവാതി എന്ന് പറയുമായിരുന്നു എന്ന് അവർ തന്നെ ചർച്ച ചെയ്യാണ്. ഇവിടെ മൻഫി സമാവാതി എന്ന് പറയുന്നത് മലക്കുകളെ സംബന്ധിച്ചാണ്. അപ്പൊ മലക്കുകൾ എവിടെ? അതല്ലേ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മാ ഫീഹാ മൗദിഉ അർബഉ അസാബിയ ഇല്ലാ വഫീഹാ മലക്കുൻ സാജിദ്. ആകാശ ലോകത്ത് 4 വിരൽ വെക്കാനുള്ള സ്ഥലമില്ല, ഇല്ലാ വഫീഹാ മലക്കുൻ സാജിദ്. ഒരു മലക്ക് അവിടെ സുജൂദ് ചെയ്തിട്ടല്ലാതെ. ആകാശ ലോകത്ത് 4 വിരലുകൾ വെക്കാനുള്ള സ്ഥലം പോലും ഇല്ല, ആ സ്ഥലത്ത് മലക്കുകളുടെ സുജൂദ് ചെയ്തിട്ടല്ലാതെ. നിങ്ങൾ വിചാരിച്ചു മടവൂരുള്ള കുറച്ച് 10-15 ആൾക്കാരെ ഉള്ളൂ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ. അതുകൊണ്ട് ചില മോചന്മാര് ബാങ്ക് കേൾക്കുമ്പോൾ തിരിച്ച് നടന്നു വന്ന കണ്ടാൽ തോന്നും അള്ളാഹു ഇപ്പൊ അവരോട് പിണങ്ങി പുറകെ നടന്ന് വിളിക്കുന്നു. ഒരുത്തനെയും വിളിക്കില്ല. നിങ്ങൾ കുറച്ച് ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, കോഴിക്കോടുള്ള ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ പള്ളിയില്ല, ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ മഖാമില്ല, ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ ദർസില്ല, ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ പ്രഭാഷകന്മാരില്ല, ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ ദീനി പ്രവർത്തനമില്ല, ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ ദീനി പ്രബോധനമില്ല. ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ധാരണ വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഓർത്തു നോക്കിയേ, ആകാശ ലോകത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ സുജൂദ് ചെയ്യാത്ത ഒരു സ്ഥലം പോലും ബാക്കിയുള്ളതായി എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അപ്പോ ആകാശ ലോകത്ത് മലക്കുകൾ അങ്ങനെ തസ്ബീഹ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആകാശ ലോകത്തുള്ള മലക്കുകളല്ലാത്ത മറ്റു വസ്തുക്കൾ തസ്ബീഹ് ചെല്ലുന്നതിന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ള സർവ്വതും അല്ലാഹുവിനെ തസ്ബീഹ് നടത്തുകയാണ്. എന്തിനാണ് ഞാനിത് പറയുന്നതെന്നറിയോ പ്രിയപ്പെട്ടവരെ? അത്ഭുതപ്പെട്ടുപോയി മനുഷ്യരാകുന്ന നമുക്കതിന്റെ വിലയേറിയോ? അടുത്ത സമയത്ത് ഞാനന്ന് അത്തിപ്പത്ത ഉസ്താദിനെ കാണാൻ പോയതൊരു വൈകുന്നേര സമയമായി പോയി. ഞാനും കൊളത്തൂരുള്ള നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് കാണാൻ പോയതാ. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യാഫിയത്തും കൊടുക്കട്ടെ. ആ ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ മഗ്‌രിബിന്റെ സമയമായിക്കൊണ്ടിരിക്കുന്നു. വളരെ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ പിന്നെ മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്നു. അപ്പൊ എന്നോട് പുറത്തുനിന്ന് വന്നവർ തന്നെ പറഞ്ഞു, ഇപ്പൊ അങ്ങനെ ഉസ്താദ് ഈ സമയത്ത് അങ്ങനെ അധികം സംസാരിക്കുന്നില്ല, എങ്കിലും നമുക്കൊന്ന് പോയി സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയതാണ്. അകത്ത് കയറി ഉസ്താദ് അങ്ങനെ ഒരു താൻ ഇരുത്തവും ശൈലിയൊക്കെ നിങ്ങൾക്കറിയാം, വിശദീകരിക്കുന്നില്ല. അള്ളാഹു ആ ബഹുമാനപ്പെട്ടവരെ പോലുള്ളവർക്ക് അള്ളാഹു നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ നിർത്താൻ അങ്ങനെ ആളുകളുള്ളത് അള്ളാഹു ഈ കാലഘട്ടത്തിൽ നമുക്ക് തന്ന ഒരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു അവർക്ക് ആയുസ് അള്ളാഹു ആരോഗ്യത്തോടെ നീട്ടിക്കൊടുക്കട്ടെ.
മഅരിബിന് കുറച്ച് സമയം മുമ്പ് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഈ മഅരിബിന് തൊട്ടു മുമ്പുള്ള സമയമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് ദിക്റൊക്കെ ചെല്ലണ്ടേ, അതുകൊണ്ട് ഇപ്പൊ നമുക്ക് സംസാരിക്കണ്ട, പിന്നീടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ മഅരിബ് ബാങ്കിന് മുമ്പുള്ള ആ സമയത്തിന്റെ ഏറ്റവും വലിയ മഹത്വവും വിലയും അന്നാണ് യഥാർത്ഥത്തിൽ വല്ലാഹി ഞാൻ തിരിച്ചറിയുന്നത്. ഞെട്ടിപ്പോയി എന്റെ പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് ഇത്രയും വിലയും എത്ര യുവാക്കൾ ആ സമയത്തെ കുറിച്ച് ഇന്നവരെ ചിന്തിച്ചിട്ടുണ്ട്. മഅരിബിന് തൊട്ടു മുമ്പുള്ള ആ സമയത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയും പ്രായമായി ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് സമുദായത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, നമ്മുടെ അവസ്ഥയ്ക്ക് വേണ്ടി, ആദർശത്തിന് വേണ്ടിയൊക്കെ ചെയ്തിട്ട് ആ സമയത്തിന്റെ വില അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചിട്ട് മറ്റ് ദുന്യവിയായ സംസാരത്തിന് സമയം കൊടുക്കാതെ ഞാൻ ആ സമയത്ത് എന്തെങ്കിലും കുറച്ച് ദിക്റുകളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട സമയമല്ലേ എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ വെറും ഇഷ്ടപൂജ്യമായി പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ റമദാൻ കഴിഞ്ഞപ്പോ തസ്ബീഹ് മേശക്കകത്ത് വെച്ചു, റമദാൻ കഴിഞ്ഞപ്പോ മുസല്ല അലക്കി ഉണക്കി തേച്ച് കട്ടിലിനടിയിലേക്ക് വെച്ചു. ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ജനം പണത്തിന്റെയും സുഖത്തിന്റെയും ആഡംബരത്തിന്റെയും പിന്നാലെയാണ്. ഓർക്കുക, അള്ളാഹു തന്നെയാണ് വലിയവൻ. അള്ളാഹുവിനപ്പുറത്തേക്ക് ഒരു വലുപ്പത്തരം കാണിക്കാൻ ആർക്കാണ് പ്രിയപ്പെട്ടവരെ കഴിയുക? നിങ്ങൾക്കറിയോ, ലോകത്ത് ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകളും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീൻ പറഞ്ഞ സൂര്യൻ ഉൾപ്പെടെ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് അള്ളാഹു പഠിച്ചിരിക്കുന്ന ഗോളങ്ങൾ മുഴുവനും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു. കൊല്ലും എല്ലാത്തിനും അതിന്റേതായ തസ്ബീഹിന്റെ സ്വലാത്തിന്റെ, അതിന്റേതായ ഇബാദത്തിന്റെ, അതിന്റേതായ ദിക്റിന്റെ രൂപരേഖകൾ അള്ളാഹു തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിന് മനസ്സിലാകുന്നതുമാണ്. അത് മനുഷ്യന് ദിക്റ് ചൊല്ലുന്നത് പോലെയല്ല പ്രിയപ്പെട്ടവരെ. അത് ഞാനും നിങ്ങളുടെ സുബ്ഹാനല്ലാഹ് പറയുന്നത് പോലെയല്ല. അവനെല്ലാം അള്ളാഹുവാണ് വലിയവനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ അത്ഭുതങ്ങൾ ഈ ലോകം ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതാ. ലോകത്തെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരായി പഠിച്ചിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് സമയമില്ലാതായി പോയി. നിന്റെ വീട്ടിൽ വളർത്തുന്ന മൂരിയും പോത്തും കാളയൊക്കെ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുമ്പോ, നിന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് വട്ടവിട്ട് പറക്കുന്ന പറവകൾ പോലും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുമ്പോ അവനെക്കാലത്രയോ അനുഗ്രഹം തന്ന മനുഷ്യ, അവനെക്കാലത്രയോ അത്ഭുതം തന്ന മനുഷ്യ. വത്തീനി വസൈത്തൂൻ വതൂരി സീരീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നാ الإنسان في أحسن تقويم. ഏറ്റവും നല്ല രൂപം, ഏറ്റവും നല്ല മുഖം, ഏറ്റവും നല്ല ഘടന, ഏറ്റവും നല്ല സൗന്ദര്യം, ഏറ്റവും നല്ല ചുണ്ട്, ഏറ്റവും നല്ല കണ്ണ്. സുബ്ഹാനല്ലാഹ് തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അങ്ങനെ രൂപരേഖയിൽ പഠിച്ചതായ മനുഷ്യ, എന്ന് നിന്റെ വീട്ടിന്റെ അകത്ത് കഴിയുന്ന ആൾക്കാരുകൾ പോലും ഒരു ദിവസം എത്രയോ പ്രാവശ്യം അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് വലിയവനല്ല, നീയാണ് വലിയവനല്ല എന്ന് പറയുമ്പോ ഒരൊറ്റ ഉദാഹരണം മാത്രം എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം. ഒരുപാട് അത്ഭുതങ്ങൾ പറയാനുണ്ട്, സമയമില്ല. മനുഷ്യന്റെ കഴിവുകേടുകളെ കുറിച്ച്, മനുഷ്യന്റെ നന്ദികേടുകളെ കുറിച്ച് പറയണ്ടേ? ഏറ്റവും വലിയ നന്ദിയുള്ളവനായി അല്ലാഹുവിനെ സ്നേഹിച്ച് അടുത്തെടുത്ത് എത്തി ആ പടച്ചവന്റെ പൊരുത്തത്തിൽ ഈ മണമൂരിന്റെ പ്രകാശമായി അൽഹംദുലില്ലാഹ് കിടന്നുറങ്ങുന്ന ഈ മഹാനുഭാവന്റെ ഹദറത്തിൽ ആ മനുഷ്യന്റെ നന്ദികേടിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു വലിയ മാറ്റത്തിന്റെ വിപ്ലവം 25ാമത് ഉറൂസിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നടത്തിയെടുക്കണം, നേടിയെടുക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. 25,000 കിലോമീറ്റർ ജീവിതത്തിൽ പറക്കുന്ന പറവകളുണ്ട്. മനുഷ്യന്റെ വാഹനത്തിന്റെ സ്പീഡ് നിങ്ങൾ നോക്കുക. 25,000 കിലോമീറ്റർ പറക്കുന്ന പറവകൾ ഓരോ സെക്കൻഡിലും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന റഹ്മാനായ പടച്ചതമ്പുരാനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. കടലിന്റെ ഉള്ളറയിൽ നടക്കുന്ന അത്ഭുതങ്ങളുടെ കണക്ക് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമോ? ആ കണക്ക് നിങ്ങൾ
നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്രയോ അത്ഭുതകരമായ ജീവികള് ഇന്നും മനുഷ്യർ കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ആ കടലിന്റെ ഉള്ളറയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവകൾ മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ ഈ ഭൗതിക ലോകത്തിന്റെ ഉദരത്തിന്റെ മുകൾ ഭാഗത്ത് ജീവിക്കുന്ന നാൽക്കാലികൾ മുഴുവനും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മൃഗത്തെ അറുക്കുന്ന സമയത്ത് അതിന്റെ കഴുത്തിലേക്ക് കടാര വെക്കുമ്പോ എന്തേ നിങ്ങളോട് പറയാൻ പറഞ്ഞത്? എന്തേ നിങ്ങളോട് പറയാൻ പറഞ്ഞത്? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവരെന്ന് ആ മൃഗത്തിന്റെ കഴുത്തിൽ കടാര വെക്കുമ്പോ നീ എന്തിനാ പറയുന്നതെന്നറിയോ? അവരൊരു സെക്കൻഡ് പോലും പാഴാക്കാതെ പടച്ചവനെ തസ്ബീഹ് ചെല്ലുന്നവരാ. നിന്നെ പോലെ നന്ദി കെട്ടവരല്ല, നിന്നെ പോലെ വഴിതെറ്റിയവരല്ല, നിന്നെ പോലെ പടച്ചവനോട് പൊറുതിക്കേട് കാണിക്കുന്നവരല്ല, നിന്നെ പോലെ സർവ്വതം യജമാനിൽ നിന്ന് കൈനീട്ടി വാങ്ങിയിട്ട് പിരിച്ചിരുന്നോ പടച്ചവന് ചവിട്ടിത്തേക്കുന്ന നന്ദികേടിന്റെ രൂപ പടച്ചവൻ വരാനോട് ആ നാൽക്കാലികൾ കാണിക്കാത്തത് കൊണ്ട് തന്നെ അതിന്റെ കഴുത്തിൽ കടാന വെക്കുമ്പോ നീ പറയാൻ ഇസ്ലാം പഠിപ്പിച്ചത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനെന്നാണ്. ആ മൃഗങ്ങളൊക്കെ വലിയ മിടുക്കും കഴിവും പ്രാപ്തിയും അല്ലാഹുവിനെ കുറിച്ച് ബോധവുമുള്ളവരാണ്. മൃഗങ്ങളെക്കാൾ മനുഷ്യർ അതപ്പതിക്കുമെന്ന് ഖുർആൻ പറഞ്ഞത് മൃഗങ്ങൾ മോശമായതുകൊണ്ടല്ല, മൃഗങ്ങൾക്ക് വിവേകം കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട്. വിവേകം തന്ന മനുഷ്യൻ ആ വിവേകമില്ലാത്തവരെക്കാൾ അതപ്പതിക്കുമെന്ന് പറഞ്ഞതാ, അല്ലാതെ മൃഗങ്ങൾ മോശമായത് കൊണ്ടല്ല. മാതാവിനെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കഴുത്ത് കരിച്ചു കൊല്ലുന്ന കാലഘട്ടത്തില പൂച്ചക്കുഞ്ഞിനെ സംരക്ഷിക്കുന്ന കുരങ്ങന്റെ കഥ പത്രത്തിലൂടെ നമ്മൾ വായിച്ചത്. നായയുടെ കുഞ്ഞിനെ പുലിക്കുട്ടി വളർത്തുന്നത് കൗതുകത്തോടെ പത്രത്തിൽ വായിച്ച് കണ്ണ് നിറയുമ്പോ അതിന്റെ തൊട്ടുതാഴത്തെ കോളത്തിൽ കാമുകനെ തിരിച്ചറിഞ്ഞ മകളെ ഉമ്മ ചുരിദാറിന്റെ ഷാള് കൊണ്ട് കഴുത്തിരിച്ചു കൊന്നുവെന്ന് വായിക്കേണ്ട ഗതികേട് നമുക്ക് വന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ബൽഹും അളല്ല്, ആ മൃഗത്തെക്കാൾ അതപ്പതിക്കുമെന്ന് പറഞ്ഞത് മൃഗം മോശമായതുകൊണ്ടല്ല, മൃഗത്തിന് അള്ളാഹു ബുദ്ധി കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട്. ഈ മനുഷ്യരാകുന്ന നിങ്ങൾക്ക് തന്ന ബുദ്ധിയെ നിങ്ങൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടു എന്നതിന്റെ സൂചനയാണ്. നിങ്ങൾക്കറിയോ, നമ്മുടെ നാൽക്കാലികളിൽ കാട്ടുപശു എന്ന് പറയുന്ന ഒരു പശുവുണ്ട്. അതിന്റെ നാവിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന വീര്യം വേറെ ഒരു ജീവിക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. ആ നാവ് കൊണ്ട് എവിടെ നക്കിയാലും അത് ഒടിഞ്ഞു പോവാണ്. ആ നാവ് കൊണ്ട് ഇതിൽ നക്കിയാൽ ഇത് തുരുമ്പിച്ച് നശിച്ചു പോകും. ആ നാവ് എവിടെ ആ നാവ് കൊണ്ട് നക്കിയാലും അത് വലിയ സംഭവം. എന്തും കാട്ടുപശുവിന് കഴിക്കാൻ പറ്റും. കട്ടയും കല്ലും പാറയും ഒക്കെ അതിന് നാവ് കൊണ്ട് നക്കി ഭസ്മ പൊടി പോലെ ആക്കിയിട്ട് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏതൊരു ഉമ്മയും തന്റെ കുഞ്ഞ് പിറന്ന ഉടനെ മൃഗമാണെങ്കിൽ നാവ് കൊണ്ട് അതിനെ നക്കി തുടയ്ക്കും. മനുഷ്യനാണെങ്കിൽ അതിനെ മാറോട് ചേർത്ത് വെച്ചിട്ട് 1000 ചുടുചുംബനം ആ കുഞ്ഞിന് അർപ്പിക്കും. കാട്ടുപശുവിന്റെ വയറ്റിനകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ പിന്നെ ചെയ്യുന്ന ജോലി എന്താ? മാതാവ് തന്നെ നാവ് കൊണ്ട് തലോടുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെടലാണ്. ചിന്തിച്ചിട്ടുണ്ട്? മാതാവ് തന്റെ നാവ് കൊണ്ട് കുഞ്ഞാവുന്ന തന്നെ തലോടുന്നതിന് മുമ്പ് നീ ഓടി രക്ഷപ്പെട്ടോ? ആ നാവ് കൊണ്ട് ഉമ്മ സ്നേഹത്തോടെ നിന്നെ തലോടിയാൽ നിന്റെ ശരീരം കരിഞ്ഞു പോകുമെന്ന് ആ കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുത്തതാരാ? നിങ്ങൾ ചിന്തിക്ക്. നമുക്കെന്തറിയാം? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനിച്ചു വീണപ്പോ നമുക്കൊന്നും അറിയില്ലായിരുന്നു. ആ നമ്മളോട് നമ്മുടെ കാതിൽ പറയാൻ പറഞ്ഞതെന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ കാതിൽ അള്ളാഹു ബാങ്ക് വിളിക്കാൻ പറഞ്ഞു? വേറെ എന്തൊക്കെ വിളിക്കാം? ചില ആളുകൾ പറയും ശൈത്താൻ ഓടാൻ വേണ്ടി. ശൈത്താൻ ഓടാനാണെങ്കിൽ ആയത്തിൽ കുറിച്ച് ഒരേ പോലെ വലത്തെ ചെവിയിൽ ആയത്തിൽ കുറിച്ച്, ഇടത്തെ ചെവിയിൽ ആമന റസൂൽ. അതിനേക്കാളും നല്ലത് സൂറത്തുൽ ബഖറയിൽ 2 അത്ഭുതം അതാണ് എന്ന് എത്രയോ ഹദീസുകളിലുണ്ട്. അത് ചെയ്താൽ പോരെ? അപ്പൊ ചില ആളുകൾ പറയും അതെല്ലാവർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പൊ അറിയാന്നുള്ളത് കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കാൻ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ബാങ്ക് വിളിക്കാൻ പറയണത് അള്ളാഹു അക്ബർ അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരു 10 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനല്ല. അള്ളാഹുവിനറിയാം ഈ വരുന്നവൻ ഉമ്മയുടെ ലോകത്തിൽ നിന്ന് മറ്റൊരു വലിയ ലോകത്തേക്ക് തിരിച്ച് വരുമ്പോൾ ഇവൻ ഇനി ഇവിടെ നന്ദി കെട്ടവനായി ജീവിക്കും, എന്നെ മറക്കും. അവൻ പണവും സമ്പാദ്യവും പദവിയും ഒക്കെ ഒരുപാട് നേടിയെടുക്കും. അങ്ങനെ ഒരു അഹങ്കാരത്തിന്റെ പരദീസയിലേക്ക് ആ മനുഷ്യൻ നീങ്ങി പോകുമ്പോ ആ
ആദ്യമായിട്ട് അവന്റെ കാതിലേക്ക് മുഴങ്ങട്ടെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മടവൂരിന്റെ കോഴിക്കോടിന്റെ പരിസരത്തുള്ളവരെ, ഇന്ന് പണം ഒരുപാട് വന്നുപോയി, ഇന്നൊരുപാട് സ്ഥാനമാനം കിട്ടിപ്പോയി, ഇന്നൊരുപാട് ബംഗ്ലാവിന്റെ കൊട്ടാരത്തിന്റെ ഉടമസ്ഥരായി പോയി. അങ്ങനെ കഴിഞ്ഞുകൂടുന്നവരെ നിങ്ങളാണ് വലിയവരെന്ന് ചിന്തിക്കണ്ട. ഇന്നുവരെ ഈ മഖാമിന്റെ തിരുമുമ്പിലൊന്ന് തിരിഞ്ഞു നോക്കാത്ത എത്രയോ നന്ദി കെട്ടവരുടെ പരിസരത്തുണ്ട്. ഹൈന്ദവര് പോലും വന്ന് ദൂരെ നിന്ന് തൊഴുതു പൊട്ടിക്കരഞ്ഞു പോകുമ്പോ മുസൽമാന്റെ പേരിട്ടുകൊണ്ട് ഔലിയാക്കളെ തെറി പറഞ്ഞിട്ട് ഇതിന്റെ പരിസരത്ത് തന്നെ കുംഭതടങ്ങി ജീവിക്കുന്ന എത്രയോ ഹതഭാഗ്യരുണ്ട്. മറന്നുപോകല്ല മോനെ, നിന്റെ കാതിലേക്ക് ഒന്ന് പറയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ ഉദരപ്പിനകപ്പിരുന്ന് പുറത്തു വന്നപ്പോ എന്താണ് നീ കേട്ടതെന്നറിയോ? അല്ലാഹു അക്ബർ, അക്ബർ, അല്ലാഹുവാണ് വലിയവർ, അല്ലാഹുവാണ് വലിയവർ. നീ എത്ര പണമുണ്ടാകട്ടെ, നീ എത്ര പദവി ഉണ്ടാകട്ടെ, നീ എത്ര സ്ഥാനമാനം ഉണ്ടാകട്ടെ, എത്ര അധികാരത്തിന്റെ സോപാനത്തിലേക്ക് വളർന്നു വരട്ടെ, നിന്നെ കാണുമ്പോ ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കട്ടെ, നിനക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ പദവിയും പവറൊക്കെ ലോകം മുഴുവനും തരട്ടെ. പക്ഷേ രാത്രി കിടക്കാനായി നിന്റെ വിലപിടിപ്പുള്ള പട്ടണത്തിലേക്ക് നിന്റെ ശരീരത്തെ കൊണ്ടുവെക്കുമ്പോ പറഞ്ഞു കൊടുക്കണ നിന്റെ ശരീരത്തിനോട്, ജനങ്ങളൊക്കെ മാറിപ്പുണരുന്ന കാണാ കാത്തിരിക്കുന്ന നിന്റെ ശരീരത്തിനോട് പറഞ്ഞു കൊടുക്കുക. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ ഉദരത്തിനകത്തിരുന്ന് ദുനിയാവിലേക്ക് തെറിച്ചു വീണപ്പോ നിന്നോട് അല്ലാഹു പറയാൻ പറഞ്ഞിരുന്ന ആകാശത്തെ പടച്ച, ഭൂമിയെ പടച്ച, രാമവരകളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന അത്യത്ഭുതങ്ങൾ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹാര താണ്ഡവമാടിയിട്ടുള്ള കാരുണ്യവാനാണ്, പടച്ചതമ്പുരാനാണ്. ഏറ്റവും വലുതെന്ന് ആ കുഞ്ഞിന്റെ കർണപുടത്തിലേക്ക് പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നത് എന്തിനെന്നറിയോ? അള്ളാഹുവിന്റെ വലിപ്പത്തെ നിഷേധിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് ആ പടച്ചതമ്പുരാന് ബോധ്യമുള്ളത് കൊണ്ടാണ്. فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود. അല്ലാഹു പടച്ചതമ്പുര നാൽക്കാലിയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഇനികാലിയായ ബുദ്ധി കൊടുത്ത, സൗകര്യം കൊടുത്ത സൃഷ്ടി ചരാചരങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ട് പടച്ചതമ്പുര പടച്ച മനുഷ്യവർഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അവനവന്റെ റബ്ബിനോട് നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ? എന്തിനാ പ്രിയമുള്ളവരെ 5 നേരം നമസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോ അല്ലാഹു അക്ബർ പറയാൻ അല്ലാഹുവിന്റെ നിർദ്ദേശം വന്നതെന്തുകൊണ്ടാ? എത്ര സുബ്ഹാനല്ലാഹ് പറഞ്ഞാ മതിയായിരുന്നല്ലോ, അൽഹംദുലില്ലാഹ് പറഞ്ഞാ മതിയായിരുന്നല്ലോ. പോരെ പ്രിയപ്പെട്ടവരെ, പോരെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളി മിനാരത്തിലൂടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് നിരന്തരം 5 നേരം വിളിക്കാൻ നിർദ്ദേശിച്ചതെന്തിനെന്നറിയോ? പണവും പദവിയും വലിയ വാഹനവും പ്രൗഢിയും പത്രാസും ഒക്കെ ആകുമ്പോ പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളങ്ങുമ്പോ അതിന് മറുപടി കൊടുക്കാൻ കഴിയാതെ നെഞ്ചു പിടിച്ച് ഏശി കെട്ടിരുന്ന വാദ്യമോ പകരുന്ന സംഗീതത്തിന്റെ ആസ്വാദനത്തോടെ നിസ്കരിക്കാൻ സമയമില്ലാതെ യാത്ര ചെയ്യുന്ന മനുഷ്യരെ, നിന്റെ കാതിലേക്ക് മുഴങ്ങി കേൾക്കട്ടെ. നീയല്ല വലിയവർ, നിന്റെ യജമാനനല്ല വലിയവർ, നിന്റെ നേതാക്കളല്ല വലിയവർ, പിന്നെ ആരാ? അല്ലാഹു അക്ബർ. അത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയേക്കാൾ വലിയ കൊട്ടാരം വെച്ച ആ കൊട്ടാരത്തിന്റെ അകത്ത് സുഖലോലുപരായി കഴിഞ്ഞുകൂടുന്ന പദോന്മത്തരായി ആടിത്തിമിറുക്കുന്ന മനുഷ്യവർഗത്തിന്റെ കർണപുടങ്ങളിൽ ഇരച്ചു കയറട്ടെ. അള്ളാഹുവിന്റെ പള്ളിവരാരത്തിന്ന് മുഴങ്ങുന്ന ബാങ്കിന്റെ വഴികളെന്ന് അള്ളാഹു തീരുമാനിച്ചതാ. മനുഷ്യ, നിനക്കെവിടെയും രക്ഷയില്ല. ലോകത്തെവിടെ പോയാലും നീ കേൾക്കുന്നത് അള്ളാഹുവിന്റെ വലിപ്പത്തരത്തെ മാത്രമാണ്. ലോകത്ത് നീ എവിടെ പോയാലും അറിയുന്നത്, അനുഭവിക്കുന്നത് അല്ലാഹു അക്ബർ. എവിടെ പോയാലും അത് കേൾക്കാൻ പറ്റും. അതിന്റെ മുമ്പേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കണം.
ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്കെതിരാവും. 17 വയസ്സുള്ള റിയാലിറ്റി ഷോയെ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ഓരോന്നിങ്ങനെ അഭിമാനത്തോടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും വരുമ്പോ നോക്കി മേൽത്തുമ്പ് കൊണ്ട് മറിച്ച് കളഞ്ഞിട്ട് മറ്റ് വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കൂലേ? നമ്മൾ ചിന്തിച്ചു നോക്കി. 17 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞിരുന്ന ഡാൻസ് പഠിപ്പിക്കുന്ന മാഷിന്റെ കൂടെ മാസങ്ങളോളം ശരീരം പങ്കിട്ടു. സങ്കടമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വേദനയും വിഷമവും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാം. നമ്മുടെ സഹോദരിമാർക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് മനസ്സിലാക്കുന്നില്ല, ഉമ്മമാര് തിരിച്ചറിയുന്നില്ലല്ലോ. തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികളെ തലമറയ്ക്കാൻ അനുവദിക്കില്ല. മുസ്ലിം പള്ളികളും സംഘടനകളും എല്ലാം അതിലെങ്കിലും ഒറ്റക്കെട്ടായി നിന്നു. അൽഹംദുലില്ലാഹ്, ഒറ്റക്കെട്ടായി നിന്നിട്ട് ആ സ്കൂളിനെതിരെ സമരം നടത്തിയപ്പോ സമരം നടത്തുന്നവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ആരാ? അവിടെ പഠിക്കുന്ന മുസ്ലിം പെൺമക്കളുടെ ഉമ്മമാരാണ്. നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയ പണ്ട് അരമണിക്കൂറെങ്കിലും മദ്രസയിൽ മക്കളെ കൊണ്ടിരുത്തുമായിരുന്ന ഈ ഉമ്മമാർ ഇന്ന് സ്കൂളിലെ PTA മീറ്റിംഗിന് വേണ്ടി അരത്തുണി, അര മീറ്റർ പോലും ഇല്ലാത്ത ബ്ലൗസ് ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചുകൊണ്ട് പോകുമ്പോൾ അത് ആരുടെ കാശ? ചിലപ്പോ ദാടിയുള്ള കാക്കയുടെ കാശായിരിക്കാം, ചിലപ്പോ തഴമ്പുള്ള ഇക്കാന്റെ കാശായിരിക്കാം. ഒന്നുമല്ലെങ്കിലും അതൊരു മുസ്ലിമിന്റെ കാശാണ്. അത് ചോദ്യം ചെയ്യാൻ യോഗ്യതയില്ലാത്ത നീ പിന്നെ എന്തിന് മക്കളെ വളർത്തണം? എന്തിന് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം? എന്തിന് ഈ ഹറാമിയത്തുകൾക്ക് കൂട്ടു നിൽക്കണം? 17 വയസ്സുള്ള മോന് തന്റെ ഇടത്തോടു കൂടി പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? മാസങ്ങളോളം തനിക്ക് ഡാൻസ് പഠിപ്പിക്കുന്ന മാഷിന്റെ കൂടെ വീട്ടിൽ പോക്കില്ല. റിയാലിറ്റി ഷോയിൽ കേരളത്തിൽ ഇപ്പോ ഏറ്റവും അറിയപ്പെട്ട ചാനലിന്റെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് മോൾക്ക് 1ാം സമ്മാനം കിട്ടാൻ ഡാൻസ് പഠിപ്പിക്കുന്ന മാഷിന്റെ കൂടെ ഉറങ്ങാൻ അനുവാദം കൊടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. പേടിയുണ്ടെന്ന് പറയാൻ നാണക്കേടുവാണ്. പക്ഷെ നിങ്ങളത് തിരിച്ചറിയണം, നിങ്ങളുടെ വീട്ടിലത് സംഭവിക്കാൻ പാടില്ല. അനുവാദം കൊടുത്തു ഉമ്മ വിചാരിച്ചു ഡാൻസ് മാഷ് മോളെ വിവാഹം കഴിക്കുമെന്ന്. അയാള് വേറെ വിവാഹം കഴിച്ചപ്പോ ഉമ്മ പരാതി കൊടുത്തു. കോടതിയിൽ കേസ് കൊടുത്തപ്പോ മോള് കേസ് പിൻവലിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പരാതിയില്ല, അയാൾക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാൻ ഞാൻ കുറെ നാൾ അയാളോടൊത്ത് ശ്രമിച്ചു, അതിന് കടമയും കടപ്പാടും കൊണ്ട് എന്റെ ഉമ്മയാണ് എനിക്ക് അതിന് അനുവാദം തന്നത് എന്നാണ്. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാ, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്ത്രീകളെ പച്ചയ്ക്ക് കുഴിച്ചു മൂടിയ കബറിൽ നിന്ന് മണ്ണ് വാരി കയ്യിൽ വെച്ചിട്ട് ഈ പെൺമക്കളെ പോറ്റി വളർത്തുന്നവർക്ക് സ്വർഗം ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് എത്രയോ വസ്തുക്കളുണ്ട്, 3 എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, അതിലൊന്ന് പെണ്ണാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. പക്ഷേ ആ ഭാഗ്യം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഒരു നേരത്തെ 1 മിനിറ്റിലെ വികാരത്തിന് വേണ്ടി ആ ഭാഗ്യത്തെ ചവിട്ടിത്തേക്കുമ്പോൾ സങ്കടമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ പെൺകുമാർക്ക് ഒരു ഗതികേട് വരാൻ പാടില്ല. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോകളിൽ 90% വ്യഭിചാരം അകപ്പടത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, മൂലികളെ പോലെ കച്ചവടം നടത്തുന്ന വ്യഭിചാര ചന്തകളായി അകപ്പടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സംശയമാക്കാനില്ല. ഈ വാക്കിന്റെ പേരിൽ എന്തൊക്കെ ഇനി കേരളത്തിൽ ഈ വാക്കുകൊണ്ട് നടന്നാലും പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ താത്തമാരാണ് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത്. അള്ളാഹുവിനോടുള്ള ബോധം അവർക്കില്ല, മരണത്തെ കുറിച്ചുള്ള ഭയം അവർക്കില്ല, തൗബയില്ല, ഈമാനില്ല. ചൊലിക്കണം, സന്തോഷിക്കണം, ആ രീതിയിലൂടെ ഇങ്ങനെ നടക്കാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമ്മൾ എല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇമാം റാസി റളിയല്ലാഹു തആല എന്ന് പറയാൻ, 2 വയസ്സുള്ള ഒരു കുട്ടി ഒരു മതിലിന്റെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ആ മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഒരാൾ ഒരു ബോൾ എടുത്തെറിഞ്ഞാൽ ഈ കുട്ടി ചിന്തിക്കുമത്രേ, ഈ ബോൾ എറിയണമെങ്കിൽ അവിടെ ഒരാളുണ്ടാകുമല്ലോ എന്ന് ചിന്തിക്കും. 2 വയസ്സുള്ള കുഞ്ഞ് ചിന്തിക്കുമത്രേ. ഇമാം റാസി റളിയല്ലാഹു തആല പറയുകയാ, എന്നിട്ടെന്തേ ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴ ആസ്വദിക്കുന്ന മനുഷ്യ, അതിന്റെ പിന്നിൽ ഒരു അല്ലാഹു ഉണ്ടെന്ന് നീ ചിന്തിക്കാത്തതെന്തേ? നിന്റെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യം തരുന്ന പടച്ചവന് നീ മറന്നു പോകുന്നതെന്തേ? അള്ളാഹുവിന്റെ അത്ഭുതമല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകം മുഴുവനുമുള്ളത്? അത് മനസ്സിലാക്കിയത് കൊണ്ടാണ്
ഞാനും നിങ്ങളും ഇന്ന് ഈ മഖാമിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ നമ്മുടെ കാല് വിറയ്ക്കുന്നതെന്താ? നമ്മുടെ കാല് വിറയ്ക്കുന്നതെന്താ? അല്ലാഹു പടച്ചതമ്പുരാനെ തിരിച്ചറിഞ്ഞ ആൺകുട്ടികളെ മുമ്പ് ചെന്ന് നിൽക്കാൻ വിവരമില്ലാത്ത സാധുക്കളായ നമ്മളെ കൊണ്ട് പറ്റൂല. തോലിബുൽ ദുനിയാ മുഹന്നസ് തോലിബുൽ ഉഖ്റാ മുഹന്നസ് തോലിബുല്ലാഹ് ദക്കറുൻ. സൂഫിയാക്കൾ പറയുകയാണ് എന്ന് ചോദിക്കുന്നവര് വെറും പെണ്ണാണ്, അവര് വെറും പെണ്ണാണ്. സൂഫിയാക്കളുടെ ആരിഫീങ്ങളുടെ ഔലിയാക്കളുടെ ലോകത്ത് അവർക്ക് സ്ത്രീകളുടെ സ്ഥാനമാണ്. ആഖിറത്തെ ചോദിക്കുന്നവരുണ്ടല്ലോ, പരലോകത്തിന്റെ വിജയം ചോദിക്കുന്നവരുണ്ടല്ലോ. മുഹന്നസുന്നവർ ആണും പെണ്ണും കെട്ടവരാണ്. ഔലിയാക്കളുടെ ലോകത്തവരാണും പെണ്ണും കെട്ടവരാണ്. പിന്നെ ആൺകുട്ടികളാരാ? പിന്നെ ആൺകുട്ടികളാരാ? പിന്നെ ആൺകുട്ടികളാരാ? അല്ലാഹുവിനെ ചോദിക്കുന്നവരാ, അല്ലാഹുവിനെ തേടുന്നവരാണ് ആൺകുട്ടികളും ഔലിയാക്കളുടെ ലോകം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വർഷമാണ് വാതിലടച്ചിട്ട് ഭക്ഷണം കഴിക്കാറ് ഒരു റൂമിനകത്ത് ബഹുമാനപ്പെട്ട CM വലിയുള്ളായി കഴിഞ്ഞുകൂടിയത്. തന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചി വന്ന് പൊന്നുപോലെ വിളിച്ചപ്പോ, ഉമ്മച്ചി വന്ന് വിളിച്ചപ്പോ ഉമ്മാടെ വിളിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി വാതിൽ തുറന്ന പൊന്നുമോൾ ആദ്യം മുതൽ വീണ്ടും മടക്കിയിരുന്നു പടച്ചതമ്പുരാൻ ഇയാളെ വിട്ടാൻ വേണ്ടി ആരോടാനാണെന്ന് പറയുന്നതെന്നറിയോ? ദുനിയാവിന്റെ സർവ്വകാര്യങ്ങൾ ഈ മഖാമിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടി യാചിച്ച് ചോദിച്ചു വാങ്ങുന്ന മനുഷ്യരെ, നമുക്ക് അല്ലാഹുവിനെ വേണ്ടേ പ്രിയപ്പെട്ടവരെ? നമുക്ക് അല്ലാഹുവിനെ വേണ്ടേ പ്രിയപ്പെട്ടവരെ? ആ പടച്ചവന് നമ്മളോടത്ര സ്നേഹമാണെന്നറിയോ? ആ തമ്പുരാന് നമ്മളോടത്ര ഇഷ്ടമാണെന്നറിയോ? ആ കാരുണ്യവാനായ അല്ലാഹുവിന് നമ്മളോടത്ര മഹബത്തെന്നറിയോ? പക്ഷേ നമുക്ക് ആ പടച്ചവനെ വേണ്ട. അല്ലാഹു വലിയവനാണെന്ന് പള്ളി വിഹാരത്തിലൂടെ കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കാൻ തള്ളുകയാണ്. ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരന്നുകൊണ്ട് വന്ന് പറഞ്ഞെന്തോ, ഉസ്താദേ ഞാൻ സിനിമ കാണാൻ നിർത്തിയതാണ്, പക്ഷേ എന്റെ കൂട്ടുകാര് വീണ്ടും ഒരു തരംഗമായ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോ അറിയാതെ ഞാൻ പെട്ടുപോയി ഉസ്താദേ. ഇപ്പൊ എനിക്ക് ആ ലോകത്തിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. കഴിയില്ല മോനെ, നിനക്കിനി കഴിയില്ലടാ. റമദാനിന്റെ പൊരുത്തവും തറാവീഹിന്റെ മാധുര്യവും ഖുർആനിന്റെ അത്ഭുതമൊക്കെ കൊണ്ട് നിന്റെ മനസ്സിനെ പടച്ചതമ്പുരാനിലേക്ക് പറഞ്ഞു വിടുമ്പോ പിശാച് വന്ന് മാടി വിളിച്ചു കൊണ്ടുപോരെങ്കിൽ ഇനി മടങ്ങി വരാൻ നിനക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ താടി വെക്കാൻ പറഞ്ഞു. ഉസ്താദുമാർ എത്രയോ പ്രസംഗിച്ചു, വേദനയും ദൈവത്വമേ. ഉസ്താദുമാർ എത്രയോ പ്രസംഗിച്ചു, നീ താടി വെച്ചോ? നിനക്ക് താടി വെക്കാൻ തോന്നിയോ? അത് നാണക്കേടായില്ലേ? അത് അഭിമാനത്തിന് ശരം വരുമെന്ന് പറഞ്ഞില്ലേ? അത് മൗലിയാക്കന്മാരുടെ സിംബലാണെന്ന് പറഞ്ഞില്ലേ? ഇന്നിപ്പോ ഒരു സിനിമയിൽ, ഈ സിനിമ തരംഗമായ സിനിമയിൽ ഒരു സിനിമാ നടൻ താടി വെച്ചപ്പോ ആ താടി വെച്ചുകൊണ്ട് നടക്കാൻ നാണമില്ലേ ചെറുപ്പക്കാരാ? മുത്തറസൂൽ ആ സിനിമ നടന്നക്കാരും ചെറുതാകുന്ന മുതലാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് അപ്പയ്ക്ക് മോശക്കാരനായി പോയോ? എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാണ്, നിന്റെ താടി രോഗത്തിന് ആ സിനിമാ നടനോടുള്ള സ്നേഹം നീ നെറ്റി ഒപ്പി വെച്ചിട്ടുണ്ടെങ്കിലോ ഈ മഖാമിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കിടന്നിട്ട് തൗബയോ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂലിനെ കാലപ്പുറം ഒരിക്കലും ഇവിടെ വളരാക്കടയില്ല പ്രിയപ്പെട്ടവരെ. എന്ത് പറ്റിപ്പോയി ചെറുപ്പക്കാരോ? എന്ത് സംഭവിച്ചു പോയി ചെറുപ്പക്കാരോ? അല്ലാഹുവിന്റെ അലാപിറങ്ങും പൊന്നുമോനെ, പടച്ചവന്റെ അലാപിറങ്ങും പൊന്നുമോനെ. എന്ത് കോലം കെട്ടിയാലും ഇതിന്റെ പിന്നാലെ പോവാം. വളരെ പ്രയാസവും മുമ്പരുള്ളത് എന്ന് പറയാം. സത്യം പറഞ്ഞാൽ യുവാക്കളൊക്കെ ഒന്ന് മുസാവത്ത് ചെയ്യുമ്പോ ചില സമയത്ത് ഇങ്ങനെ ആലോചിച്ചു പോലുണ്ട്, എവരൊക്കെ ഇപ്പൊ കാണുമ്പോൾ ഈ കെട്ടിപ്പിടി മുത്തും തന്നെ. പിന്നെ ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങിയാൽ ഏതെങ്കിലും ഒരു വൃത്തികേട് കണ്ടാൽ പിന്നെ അതിന്റെ പിന്നാലെ പോകുന്ന ഏറ്റവും മോശമായ ഒരവസ്ഥ. വളരെ സങ്കടം. എന്റെ കൂട്ടുകാരോട് പറയാം, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗം വേണം. മുത്തറസൂലിനെ നാളെ പരലോകത്ത് നമുക്ക് കാണണം. ഖബറിന്റെ അകത്ത് ഇത് ആരാന്ന് ചോദിക്കുമ്പോ എന്റെ മുത്തറസൂലാന്ന് പറയാനുള്ള തന്റെ ഇടം ദുനിയാവിൽ ഈ ജീവിതത്തിൽ നേടിയെടുത്തിട്ട് വേണം പോകാൻ. അല്ലാതെ അവിടെ പോയി കിടക്കാൻ പറ്റുമോ നമുക്ക്? ഈ കോലം മുഴുവനും കെട്ടിയില്ലേ? എത്ര വർഷം കൊണ്ട് പറഞ്ഞ് താടി വെക്കണം, താടി വെക്കണം. നമ്മുടെ സഹോദരങ്ങൾ പറയുന്നത് പറഞ്ഞാൽ എല്ലാം വേണം ഉസ്താദേ. കുറച്ച് സിനിമയും കുറച്ച് കണ്ണും ഇച്ചിരി സംസം വെള്ളവും
എല്ലാ ആവശ്യത്തിന് വേണമെന്നാണ് ഇപ്പോഴത്തെ പുതിയ ഒരു ന്യൂ ജനറേഷൻ മൈൻഡാണ്. ഇപ്പോ ഒരു പരിപാടിക്ക് ഖത്തറിൽ പോയിട്ട് മടങ്ങി വരുമ്പോ പിന്നെ ഫ്ലൈറ്റില് ഒരു പാട്ടുകാരി, ഒരു സിനിമാ പാട്ട് മാപ്പിള പാട്ടൊക്കെ പാടുന്ന ഒരു പാട്ടുകാരി ഒരു സീറ്റിന്റെ അപ്പുറത്ത്. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും പരമാവധി ഈ വിവാദം ഫ്ലൈറ്റിനകത്ത് കയറി ആപ്പിൾ ജ്യൂസ് പോലും ഇപ്പൊ കുടിക്കലില്ല. ആരെങ്കിലും എടുത്തിട്ട് ബാക്കി വെള്ളം കുടിക്കുന്നു പറഞ്ഞ് പോട്ടെ അതുകൂടി ആരും മറുപടി കൊടുക്കുന്നു. ആപ്പിൾ ജ്യൂസ് അതുപോലെ തന്നെ ഇരിക്കുക, അതുകൊണ്ട് അതും പേടിയാണ്. അപ്പോ ഈ സിനിമാടി കയറിയപ്പോ ആൾക്കാരിങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ ലഗേജ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരിക ഫ്ലൈറ്റിനകത്തേക്ക്. അപ്പൊ ഒരു താത്തായും ഒരു ഉമ്മായും ഒരു മോളും പെട്ടെന്ന് കണ്ടപ്പോ മോള് ഇങ്ങനെ ആവശ്യമൊക്കെ. അപ്പൊ മൂത്ത മോളും വരാത്തില്ല അങ്ങനെ എന്താ അതിലൂടെ അള്ളാഹുവിനെ അവൻ തിരിച്ചറിയുകയാണ്. എന്നാൽ ഈമാനില്ലാത്തവൻ പറയുന്നത് എന്താ? ഫെന്റാസ്റ്റിക്. ഈമാനില്ലാത്ത നിങ്ങൾ പറയില്ലേ അങ്ങനെ അമേസിംഗ് എന്ന് പറയും. ഇത് പ്രശ്നമാണ്. ഈ പറച്ചിലാണ് പ്രശ്നം. അത് കണ്ട പാടെ മാഷാ അല്ലാഹ്, എന്താണ് എന്തൊരു അത്ഭുതമാണ് റബ്ബേ ഈ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തണം. ഇവരൊക്കെ അങ്ങനെയാണ് കണ്ടത്. എത്രയോ മഹാന്മാര് ചോദിച്ചിരുന്നു, മഴ പെയ്യുന്നുണ്ടോ, മഴ പെയ്യുന്നുണ്ടോ? മുരീദന്മാര് ചോദിക്കുന്നു, ഉസ്താദേ എന്തിനാ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? അമ്പമൊന്ന് വീരാനൂരി റളിയല്ലാഹു പറഞ്ഞിരുന്നുവത്രേ, ആകാശത്തിൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയിൽ വീഴുമ്പോ അള്ളാഹു എനിക്ക് മുത്തം തരുന്ന ഒരു സുഖമാണ്. അവരനുഭവിച്ചതാണ്, അവരാസ്വദിച്ചതാണ്. ആ ഒരു അത്ഭുത ലോകത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സുകൊണ്ട് പോകുമ്പോ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവനല്ല, അതിനപ്പുറത്തേക്ക് ആരുമില്ല റബ്ബേ, അതിനപ്പുറത്തേക്ക് ഒരു ലോകമില്ല അല്ലാ. ആ ലോകത്തിലൂടെ പടച്ചതമ്പുരാന്റെ പൊരുത്തത്തിലേക്ക് ലയിച്ചു ചേരുന്ന ഏറ്റവും വലിയ അല്ലാഹുവിന്റെ ഒരു ആശിക്കായി മാറാൻ കഴിയുന്നത് എപ്പോഴാണ്? അതുകൊണ്ടാണ് മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾ പറയുന്നത്, വൽ ഖൽബു അർശുല്ലാഹി ഫിൽ ഇംകാനി വബൈതുൽ മഅ്മൂറു ഫിൽ ഇൻസാനി. വിശ്വാസിയുടെ ഹൃദയത്തിന്റെ കസേര ആർക്കുള്ളതാ? സിനിമാ നടന്മാർക്ക് ഇരിക്കാനുള്ളതല്ല. ഏത് സിനിമയാകട്ടെ, ഏത് സാമ്രാജ്യ രാജാക്കന്മാരാകട്ടെ, അവർക്കിരിക്കാൻ വിശ്വാസിയുടെ ഖൽബിന്റെ അകത്ത് സ്ഥാനമില്ല. ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് CM വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു ഇരുത്തിയതാരെയാ? ചെറുപ്പക്കാരാ, നാണമില്ലേ ആ മക്കാമിന്റെ മുമ്പില് സിനിമാ നടന്മാരെ അധികരിക്കുന്ന വസ്ത്രവും പാടിയും വെച്ച് കൊണ്ടുവന്നെടുക്കാം. എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് നാണമില്ലേ? രക്തത്തിളപ്പിന്റെ യുവത്വത്തിന്റെ സമയത്ത് തന്റെ ഹൃദയത്തിന്റെ കവാടം തുറന്നു കൊടുത്തത് ആർക്കാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയാ, ആ പടച്ചതമ്പുരാന് വേണ്ടിയാ. അതുകൊണ്ടല്ലേ എത്രയോ അത്ഭുതങ്ങൾ, എത്രയോ കറാമത്തുകൾ ആ ചെറിയ പ്രായത്തിൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ കാണേണ്ടി വന്നത്. അൽഹംദുലില്ലാഹ്, ഈ രീതിയിൽ പുസ്തകങ്ങൾ വായിക്കണ്ട, CM മടവൂരിന്റെ കറാമത്തുകളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കണ്ട. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന്റെ ആണ്ടുമായി ബന്ധപ്പെട്ടവരുടെ പരിപാടി നടന്നപ്പോ വല്ലാഹി പടച്ചവനെ തന്നെയാണ് സത്യം, ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ ശരീരം ചുട്ടുകൊള്ളുന്ന പനിയോടുകൂടി ഞാൻ ആ പ്രോഗ്രാമിന് പോകാൻ നിൽക്കുമ്പോ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, വല്ലോ ഏറ്റവും വലിയ ഡോക്ടറല്ലേ അവിടെ കിടക്കുന്നത്, അവിടെ ഒന്ന് പോയിട്ട് വന്നാലെന്താ? അന്ന് ഞാൻ ഈ മഖാമിന്റെ അകത്ത് വന്ന് ഒരു 5 മിനിറ്റ് ഫാത്തിഹ ഒരു ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞപ്പോ അൽഹംദുലില്ലാഹ്, ഈ വർഷം പാറന്നൂർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇവിടെ ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജലീൽബാക്കി ഉസ്താദ് പറഞ്ഞു, 2 ദിവസം നിങ്ങളൊന്ന് വരുമോ? കഴിഞ്ഞ വർഷത്തെ ആ മനോഹരമായ സമയത്ത് നമുക്ക് മറക്കാൻ പറ്റൂല. അതെന്തുകൊണ്ട് സംഭവിച്ചതെന്നറിയോ? കവിയുടെ കഴിവല്ല പ്രിയപ്പെട്ടവര്. ഈ പാവപ്പെട്ടവൻ മൈക്കിന്റെ മുന്നിൽ നിന്ന് വാതുറക്കുമ്പോ അത് നിയന്ത്രിക്കാൻ അല്ലാഹുവിന്റെ ആൺകുട്ടികളുടെ കരവിരുതുള്ളത് കൊണ്ടാണ്. അല്ലാഹുവേ അത് നിലനിർത്തി തരണേ അല്ലാ. ആ മക്കാമിനകത്ത് നിന്ന് ഞാൻ സിയാറത്ത് ചെയ്ത് ദുആ ചെയ്തപ്പോ എത്രയോ സഹോദരങ്ങൾ ഒന്ന് പൊട്ടിക്കരഞ്ഞ റബ്ബേ, മക്കളില്ലാത്തവരുണ്ടല്ലോ,
രോഗം കാരണം പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ, കടക്കെണിയിലകപ്പെട്ടു പോയവരുണ്ടല്ലോ. ഉസ്താദേ, അടുത്ത 30-ാം തീയതി വരെ ലക്ഷക്കണക്കിന് കാശടയ്ക്കാനുണ്ട്. ആ 30-ാം തീയതി അടച്ചില്ലെങ്കിൽ ഇന്ന മനോഹരമായ വീടും വസ്തുവൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് കയ്യിലേക്ക് മുത്തം തന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ പ്രിയപ്പെട്ട സഹോദരനുണ്ട്. അങ്ങനെ എത്ര ആളുകളാ 3 വയസ്സുള്ള പൊന്നുമോളെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. കയ്യില് ഫാത്തിമഹയ എന്ന പേരുള്ള 3 വയസ്സുള്ള പൊന്നുമോള് ഈ മഖാമിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്. കൊണ്ടുവന്ന് കയ്യിലേക്ക് വെച്ചിരുന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യുക, 3 വയസ്സായി ഞാൻ എന്റെ പൊന്നുമോനെ കുറിച്ച് ഓർമ്മിച്ചു പോയി. അവൻ ഓടി വരുമല്ലോ, അവൻ ആപ്പിച്ചാന്ന് വിളിച്ച് ഓടി വരുമല്ലോ, മോനെ വിളിച്ചാൽ അവൻ ഓടി വന്ന് മുത്തം തരുമല്ലോ. പക്ഷെ ഈ പൊന്നുമോളെ തറയിൽ വെക്കാൻ പറ്റൂല, ഈ പൊന്നുമോള് നടക്കൂല, ഈ പൊന്നുമോള് സംസാരിക്കൂല. കയ്യും കാലും നെഞ്ചും മുഖമൊക്കെ നീണ്ടു വരുന്നിട്ട് അല്ലാഹുവേ, ഒരു പ്രത്യേക രീതിയിലുള്ള 3 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടപ്പോ നമ്മളൊക്കെ എത്രയോ സൗഭാഗ്യവാന്മാരാണ്. പക്ഷെ അല്ലാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ? മക്കളെ തന്നവര്, ആരോഗ്യമുള്ള മക്കളെ തന്നവര്, രോഗം മാറ്റി തന്നവര്, പണം തന്നവര്, പ്രൗഢി തന്നവര്, പദവി തന്നവര്, സ്ഥാനമാനം തന്നവര്, സമ്പത്ത് തന്നവര്, സന്തോഷം തന്നവര്. എന്താ നീ നിന്റെ പടച്ചവനോട് തിരിച്ചേരെന്ന് ചോദിച്ച മനസ്സുകൊണ്ട് പടച്ചവനോട് നീയാണ് വലിയവനല്ലോ എന്ന് തുറന്ന് സമ്മതിക്കാനെങ്കിലുമുള്ള ഒരു മനസ്സിന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ പടച്ചവനോട് കാണിക്കുക. ഇവരൊക്കെ അല്ലാഹുവിന്റെ ആൺകുട്ടികളാണ്, ഇവരൊക്കെ അല്ലാഹുവിന്റെ വലിപ്പമറിഞ്ഞവരാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ലോകത്തേക്ക് അവർ ചെല്ലുന്നതിന് മുമ്പ് അവർ ഓടി അവരുടെ മുമ്പിലേക്ക് വന്നത്. ഞാൻ ചോദിക്കട്ടെ, ജീവിതകാലത്ത് സിയം വലിയുള്ള എന്തെങ്കിലും തന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ പുലരാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് നട്ടലുള്ള ഒരു ആൺകുട്ടിക്ക് എഴുന്നേറ്റെന്ന് പറയാൻ പറ്റുമോ? പുത്തമ്പാദികളുണ്ടോ? കോഴിക്കോട് ജില്ലയിലെ താടി മാത്രമുള്ള പുത്തമ്പാദികളുണ്ടോ? തനാവില്ലാത്ത, നോവില്ലാത്ത, മൗദില്ലാത്ത, നേർച്ചയില്ലാത്ത, സ്വലാത്തില്ലാത്ത, അമ്യാക്കളില്ലാത്ത, ആരിഫീകളില്ലാത്ത, തസവുഫില്ലാത്ത, അല്ലാഹുവിന്റെ ആത്മീയമായ ലോകത്തിന്റെ പ്രകാശത്തിന്റെ കിരണങ്ങളില്ലാതെ എന്റെ പ്രിയപ്പെട്ട അടവൂരിന്റെ പരിസരത്ത് കോഴിക്കോട് ജില്ലയിലുള്ള പുത്തമ്പാദികളുണ്ടോ? CM അടവൂരിന്റെ ചരിത്രം നീ ഒന്ന് പഠിക്കണോ? പഠിച്ചിട്ട് നീ ഒന്ന് ചിന്തിക്ക്. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് ഇത് നടക്കണമെന്ന് പറഞ്ഞിട്ട് നടക്കാത്തതായിട്ട് വല്ലതുമുണ്ടോ? എന്തുകൊണ്ട് CM അടവൂര് മഖാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നറിയോ? ഇവിടെ പൈസ കൊടുക്കുന്നത് കൊണ്ടല്ല, ഇവിടെ ചാപ്പാട് കൊടുക്കുന്നത് കൊണ്ടല്ല, ഇവിടെ പൗറൂസിന് വേണ്ടി നോട്ടീസ് അടിച്ച് നാടുനീരെ ഇവിടത്തെ മുട്ടാണ്ടി നിങ്ങളെ പറഞ്ഞു വിട്ട് പ്രചരണം നടത്തുന്നത് കൊണ്ടല്ല. പിന്നെയോ ഇവിടെ വന്ന് കൽബ് തുറക്കുമ്പോ കൽബ് കാണാനുള്ള കഴിവ് മഹാനുഭാവരുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത്. ഒരു സമാധാനമാണ് അവിടെ ചെല്ലുമ്പോ, ഒരു സ്വസ്ഥതയാണ് അവിടെ ചെല്ലുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മൂത്ത മകന് ഫിക്സ് രോഗം ബാധിച്ച് അവൻ എന്റെ വീടിന്റെ മുമ്പ് കിടന്ന് പിടയുന്നത് കണ്ടിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മടവൂരിലേക്ക് വന്നത്. നിങ്ങൾക്കറിയോ, ആ മടവൂര് മഖാമിന്റെ കപ്പുറത്തിന്റെ പൊന്നുമോന്റെ രോഗം ഞാൻ ഇറക്കി വെക്കുമ്പോ കൽബ് കൊണ്ട് ചിന്തിച്ചെന്തെന്നറിയോ? ഇതൊക്കെ അല്ലാഹു തരുന്ന, തിരിച്ചറിയാൻ വരുന്ന സമയങ്ങൾ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയണം ചെറുപ്പക്കാരാ. അല്ലാതെ കണ്ട നാളെ കുട്ടികൾക്ക് വേണ്ടി അഭിനയിക്കുന്ന കല്ല് രാജാക്കന്മാരുടെ താടിവെക്കാരുടെ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് ദീനിനെ മാന്യത തന്നത് കണ്ട പൈസ രാജാക്കന്മാർ ആസനം താങ്ങി ജീവിക്കാനുള്ള ചെറുപ്പക്കാരാ. ആര് സിനിമയിൽ അഭിനയിക്കട്ടെ, ആര് എന്ത് പേക്കോരം കെട്ടട്ടെ, എന്റെ കാലിനും നിന്റെ കരുത്തുറ്റ ഈമാനുള്ള ചെറുപ്പക്കാരോ, നിന്റെ ഈമാൻ ആടികളെയാൻ പാടില്ല, നീ തകർന്നു പോകാൻ പാടില്ല, നീ പാശ്ചാത്യ ലോകത്തിന് ചവിട്ടി തേക്കാനുള്ള ചരക്കല്ലുകളായി അതപ്പതിക്കാൻ പാടില്ല ചെറുപ്പക്കാരാ. നിനക്ക് ഒരുപാട് പാരമ്പര്യമുള്ളതാ. നിന്റെ മുമ്പിലൂടെ നടന്നു പോയതാരാ? ഇവിടെ 100 രൂപയ്ക്ക് 25ാമത് ഉറൂസിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം ഇവിടെ 100 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സംഘാടകര്, ആ പുസ്തകം ഒന്ന് മറിച്ചു നോക്കിയാൽ ഒന്നും പഠിക്കാൻ നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട, ഒന്നും നിങ്ങൾ അതിനകത്ത് പഠിക്കാൻ വേണ്ട. പുസ്തകം മറിച്ചു നോക്കുമ്പോൾ അതിന്റെ അകത്ത് ആദ്യം ഒരു മുഖം കാണാം, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് സ്ഥാനിന്റെ മുഖം. നമുക്ക് ഒരുപാട് പ്രകാശവും ആൺകുട്ടികളും നമ്മുടെ മുമ്പിലൂടെ നടന്നുകൊണ്ടുണ്ട്. പിന്നെ എന്തിനാ ഈ 7ാം കൂലികളുടെ രൂപവും കോലവും ഈ സമുദായം കെട്ടുക? പെരുന്നാൾസ്കാരത്തിന് പള്ളിയിൽ പോയ മുഴുവനും വെള്ളം മുണ്ടും കറുത്ത ഷർട്ടും. പെരുന്നാൾസ്കാരത്തിന് പള്ളിയിൽ പോയ ചെറുപ്പക്കാർ 90% കേരളം മുഴുവനും. അതായത് എന്തുകൊണ്ടാ?
ഇബ്ലീസിനറിയാം കുറെ പ്രവാചകന്മാരും കുറെ ദീനി പ്രബോധനമൊക്കെ ആയിട്ട് യുവാക്കളൊക്കെ അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നപ്പോ ഇബ്ലീസിന് വലിയ സങ്കടം തോന്നിയിട്ടുണ്ടാവും. സത്യമാണ്. അതുകൊണ്ട് പെരുന്നാളിലൂടെ നിങ്ങളെ മുഴുവനും അവൻ വിളിക്കെടുത്തല്ലോ. അത് തിരിച്ചറിയാൻ മുസാഫഹത്ത് ചെയ്യുന്ന, സ്വതക്ക് ചെയ്യുന്ന, അതിന്റെ മജ്‌ലിസ് ഒരുമിച്ച് കൂടുന്ന, അതല്ലെങ്കിൽ മുസ്ലിങ്ങളാണെന്ന് പറയുന്ന യുവാക്കൾക്ക് കഴിയാതെ പോയത് ഒരു തീരെ നഷ്ടം തന്നെയാണ്. ഇന്ന് രാത്രി കരിച്ചു കളയണം. അതിനുവേണ്ടി വാങ്ങിയത്. നാളെ ഇനി വാട്സപ്പിലിടരുത് കറുത്ത കോട്ടെല്ലാം കരിക്കാൻ പറഞ്ഞു. തുലിക്കത്തിന്റെയൊക്കെ ചില വസ്ത്രങ്ങൾ കറുത്ത വസ്ത്രം മാത്രമേ ചിലർ ധരിക്കുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞു. ഈ സിനിമയുടെ ഫാഷൻ അനുകരിച്ചുകൊണ്ട് വാങ്ങിയ വസ്ത്രം മുഴുവനും ധരിക്കുക. നമുക്കത് ആവശ്യമില്ല. അതിന്റെ രൂപത്തിൽ താടി വെട്ടി കോലം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പുലരാൻ നിൽക്കരുത്. മരിച്ചുപോയാൽ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. ഇന്നത്തെ രാത്രി തന്നെ വെട്ടി അതിനെ സാധാ രൂപത്തിലാക്കിയിട്ട് ഞാൻ മുത്ത് റസൂലിനെ അനുകരിക്കുന്നവനാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുന്നത് വരെ നിങ്ങൾക്കും അള്ളാഹുവിനും ഇടയിൽ ഒരുപാട് അകലമുണ്ടാകും. നിങ്ങൾക്കും മുത്തു നബിക്കും ഇടയിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. വളരെ പ്രയാസത്തോടു കൂടിയാണ് എന്റെ യുവ സുഹൃത്തുക്കളോട് ഞാനിത് പറയുന്നത്. ഇവിടെ വെച്ച് പറയുമ്പോൾ തീരുമാനമെടുക്കുമ്പോൾ കുറച്ചുകൂടി പവർ ഉണ്ടാവും. കാരണം മഹാനുഭാവന്റെ മുമ്പിലാകുമ്പോൾ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട് മനസ്സിൽ. ഇവിടെ ഇരുന്ന് തീരുമാനമെടുക്കാനുള്ള സ്ഥലമാണിത്. കറാമത്തുകൾ ഇവിടുത്തെ പ്രാർത്ഥനയിലൂടെ ആ മഹാനുഭാവൻ നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. ഈ വന്നിരിക്കുന്നവർ ആർക്കാണ് സങ്കടമില്ലാത്തവർ, ആർക്കാണ് നൊമ്പരമില്ലാത്തവർ? നമ്മൾ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാൻ തീരുമാനിക്കുക. ഭൗതിക ലോകത്തിന്റെ ഈ ന്യൂ ജനറേഷൻ ആഡംബരങ്ങളും അതിന്റെ സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തെ തോൽപ്പിച്ചു കളയാൻ പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു നമ്മുടെ ഉസ്താദുമാരുടെ കാലം, എന്റെ കാപ്പിൽ ഉമർ ഉസ്താദിന്റെ ഒക്കെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന മൊയ്തീൻകുട്ടി മുസ്ലിയാറുണ്ട്. എല്ലാ പ്രിയപ്പെട്ട ഉസ്താദുമാർക്കും പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയുന്ന കുട്ടിയസ് എന്താരെങ്കിലൊക്കെ ചിലപ്പോൾ തന്നെ പരിചയം ഉണ്ടാവും. ആ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം അദ്ദേഹത്തിന്റെ സ്മരണികയിൽ ഞാൻ വായിച്ചതാണ്. ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ദർസിലേക്ക് നല്ല മുഖത്ത് പ്രകാശമുള്ള ഒരു മനുഷ്യൻ കിടന്നു ചെന്നു അത്രേ. അപ്പോ ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പൊ ഇദ്ദേഹത്തെ കൂടി വിളിച്ച് ഭക്ഷണം വേണമെന്ന് വെച്ച് വേണമെന്ന് പറഞ്ഞ് കൊടുത്തു ഭക്ഷണം. ആ ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഹൗദിന്റെ ഭാഗത്ത് പോയി കൈ കഴുകാമെന്ന് പറഞ്ഞു പോയി. മൊയ്തീൻകുട്ടി ഉസ്താദ് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി വന്ന് നോക്കുമ്പോ കൈ കഴുകാൻ പോയ മനുഷ്യനെ കാണാനില്ല. അതെവിടെയൊക്കെ ചോദിച്ചു. ആ ഉസ്താദിനെ നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. കണ്ടില്ല. ആരും കണ്ടവരില്ല. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം കാസർഗോഡ് ഒരു വലിയ പരിപാടിക്ക് മൊയ്തീൻകുട്ടി ഉസ്താദിനെ പ്രസംഗത്തിന് വേണ്ടി കൊണ്ടുപോയി. അദ്ദേഹം ചോദിച്ചു, ഉദ്ഘാടനം ആരാണ്? ഉദ്ഘാടനം CM വലിയുള്ളയാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുറെ കാലം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോകുമ്പോ CM വലിയുള്ളയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചൊരു വാഹനത്തിൽ അങ്ങോട്ട് വരാനുള്ള ഒരു സൗകര്യം സംഘാടകർ നിങ്ങൾ ചെയ്തു തന്ന വലിയ ഉപകാരമായിരിക്കും. കാസർഗോഡ് വരെ ഒരുമിച്ച് യാത്ര ചെയ്യാമല്ലോ. അങ്ങനെ തീരുമാനിച്ചു. മൊയ്തീൻകുട്ടി ഉസ്താദ് ജീവിതത്തിൽ CM വലിയുള്ളയെ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് മൊയ്തീൻകുട്ടി ഉസ്താദ് വരുമ്പോ ഇറങ്ങി വരികയാണ്. അൽഹംദുലില്ലാഹ്, അന്നത്തെ ചോറിന് എത്ര രുചിയായിരുന്നു മൊയ്ലാരെ. നിങ്ങൾ തന്ന ആ ചോറിനും കറിയുടെ രുചിയുണ്ടല്ലോ, അത് പറഞ്ഞിരിക്കാൻ പറ്റാത്തതാ. വല്ലാത്ത രുചി തന്നെയായിരുന്നു. നിങ്ങളാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞ വാഹനത്തിലേക്ക് കയറുമ്പോ മൊയ്തീൻകുട്ടി ഉസ്താദ് അതിന്റെ ആ സ്മരണികയിൽ എഴുതുകയാണ്. അദ്ദേഹത്തിന്റെ സ്മരണികയിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എഴുതുകയാണ്. ഉസ്താദ് കാസർഗോഡ് വരെ കരഞ്ഞു അത്രേ. CM വലിയുള്ള പറഞ്ഞു അത്രേ, ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു നുള്ളു ചോറ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കഴിച്ചത്. ഞാൻ കഴിച്ചിരുന്നതൊക്കെ ഉണക്ക ഇലയും പിന്നെ മരച്ചില്ലകളും ഒക്കെ ആയിരുന്നു അത്രേ. അപ്പോ അത് കഴിച്ചപ്പോൾ എന്ന് വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു, വല്ലാത്ത രുചിയായിരുന്നു. നിങ്ങളൊരു മുദരിസായതുകൊണ്ട്, ഹലാലായ ഭക്ഷണമായതുകൊണ്ട് നിങ്ങളെ അല്പം കഴിച്ചതാ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചിന്തിക്കണം, ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് അവരൊക്കെ അങ്ങനെ കിടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അതിങ്ങനെ വെറുതെ ഒരു പട്ടമായിട്ട് അങ്ങനെ പെട്ടെന്ന് കിട്ടിയൊന്നുമില്ല. അള്ളാഹു ഉരുക്കി കാച്ചിയെടുത്തിട്ടാണ് മുമ്പിൽ ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് ചെന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ തീരെ നിസ്സാരമായി പോകണ്ട. ഇച്ചിരി വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ ചോദിച്ചു. എല്ലാം ദുനിയാവിന് വേണ്ടിയാകാതെ നമ്മളെ കൂടി അള്ളാഹുവിന്റെ വലിപ്പമറിയുന്ന ആ വഴിയിലേക്കൊന്ന് കൊണ്ടുപോകണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞോ.
അതുകൊണ്ടാണ് അന്ന് മുതലാണ് ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി ഉസ്താദ് ദുആ ചെയ്തത്, അല്ലാഹുമ്മ അൽഹിംനാ റുശ്ദനാ, അല്ലാഹുമ്മ അൽഹിംനാ റുശ്ദനാ. പടച്ചവനെ ഞങ്ങൾക്കും നീ വഴി കാണിച്ചു തരണേ അല്ലാഹ്, നിന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി കാണിച്ചു തരണേ അല്ലാഹ്. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനെ അദ്ദേഹം റളിയല്ലാഹു അൻഹു എത്ര പരീക്ഷണമേറ്റ മഹാനാണ്, എത്ര പരീക്ഷണമേറ്റ മഹാനാണ്. അല്ലാഹു പടച്ചതമ്പുരാന്റെ വലിപ്പം മനസ്സിലായപ്പോ രാജകൊട്ടാരത്തിന്റെ സൗഭാഗ്യങ്ങളെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞു പോയ ഇബ്രാഹിമിനെ അദ്ദേഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ. അല്ലാഹുവേ, നാട് വിട്ടുപോയി, കൊട്ടാരം കളഞ്ഞുപോയി, രാജപദവിയിൽ രാജാവിന്റെ കിരീടവും ചെങ്കോലും ഒക്കെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ഇല്ലല്ലോ പടച്ചവനെ നിന്നെ കണ്ടെത്തണം തമ്പുരാനെ, നിന്റെ വലിപ്പം മനസ്സിലാക്കണം അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് പടച്ചവനിലേക്ക് യാത്ര ചെയ്തു പോയി. പിന്നീട് മടങ്ങി വന്നപ്പോൾ ആർക്കും മനസ്സിലായില്ല ഇതാണ് ഇബ്രാഹിമിന് അദ്ദേഹമെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല, ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പള്ളിയുടെ വരാന്തയിൽ പോയി കിടക്കുമ്പോ പള്ളിയുടെ മുക്കിൽ വന്നിട്ട് വാതിലടയ്ക്കുമ്പോ കാലുകൊണ്ട് തവിട്ടുമായിരുന്നു അത്രേ. എടോ മനുഷ്യ, ഇവിടെ ആർക്കും രാത്രി കിടക്കാൻ പാടില്ല, പുറത്തേക്ക് കിടക്കുക എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ചു പുറത്തേക്ക് വലിച്ചെറിയുമായിരുന്നു. ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിന് കലശലായ പനി പിടിച്ചപ്പോ, വല്ലാത്ത പനി പിടിച്ചപ്പോ പള്ളിയുടെ പുറം ഭാഗത്ത് കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ മുക്കിൽ വലിച്ചെറിഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇടഞ്ഞിടഞ്ഞ് നടന്നു പോവുകയാണ്. നോക്കുമ്പോ മനോഹരമായ ഒരു തോട്ടം കാണുകയാണ്. ആ തോട്ടത്തിന്റെ മുമ്പിൽ ഒരു പാറയുടെ പുറത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഇരിക്കുന്നുണ്ട്. നല്ല നാടിയുള്ള ഈമാന്റെ പ്രകാശമുള്ള മുഖപ്പിന്റെ ഉടമയാണ് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം പറഞ്ഞു. പക്ഷെ ആ സഹോദരൻ സലാം അടക്കിയില്ല. സലാം അടക്കാത്തത് കൊണ്ട് വേദനയായി. എന്തേ സലാം ഈ മടക്കുന്നില്ല? മറുപടിയൊന്നും പറഞ്ഞില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. ഊമയായിരിക്കും, സംസാരിക്കാൻ കഴിവില്ലാത്തവരായിരിക്കും, എന്നാലും സാരമില്ല. അവിടെ തന്നെ കുറെ നേരം ആ സഹോദരനോടൊപ്പം ആ പാറയുടെ ചോട്ടിൽ കിടക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു. സുബഹി ബാങ്കിന് മുമ്പുള്ള ഇബാദത്തും സൽക്കർമ്മങ്ങളൊക്കെ അവിടെ നടക്കുകയാ. സുബഹി ബാങ്ക് മുഴങ്ങിയപ്പോ ഈ പ്രിയപ്പെട്ട സഹോദരൻ വന്ന് പറയുകയാണ്, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം കേട്ടോ, നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല, ഒരു മുസാഫിറാന്ന് എനിക്കറിയാം, ഞാൻ ഈ തോട്ടത്തിന്റെ കാവൽക്കാരനാണ്. ഇതിന്റെ യജമാനോട് പറഞ്ഞിരിക്കുന്നത് സുബഹി ബാങ്ക് കേൾക്കുന്നത് വരെ ഒരാളോടും സംസാരിക്കാറ് ഈ തോട്ടത്തിന്റെ കാര്യം നോക്കി നടത്തലാണ് നിന്റെ ഉത്തരവാദിത്വമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സലാം പറയുമ്പോ വഅലൈക്കും സലാം എന്ന് ഞാൻ സലാം അടക്കിയാൽ എന്റെ യജമാനോട് ചെയ്യുന്ന നന്ദികേടല്ലേ? അപ്പോ പിന്നെ ഞാൻ വാങ്ങുന്ന ശമ്പളത്തിന് ഹറാമിയത്ത് കലർന്നു വരില്ലേ? അതുകൊണ്ടാണ് സലാം അടക്കാത്തത്, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനൊന്നും സംസാരിക്കാത്തത്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. അദ്ദേഹം മുസാഫഹത്ത് ചെയ്തു. പൊന്നുമോനെ, അല്ലാഹു നിനക്ക് സ്വർഗം തരട്ടെ. നിന്റെ ഈമാനിന്റെ വലിപ്പം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുകയാണ്. ഇങ്ങനെയുള്ളവരുടെ ഈമാൻ, ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല. നീ എന്ത് ചോദിച്ചാലും അല്ലാഹു നിനക്ക് തരാൻ സാധ്യതയുണ്ടല്ലോ. അത്രത്തോളം പടച്ചതമ്പുരാന് കൽവിന്റെ പുസ്തകം കൊടുപ്പിട്ട് ജീവിക്കുന്ന നീ എന്ത് നിന്റെ പടച്ചവനോട് ചോദിച്ചാൽ അല്ലാഹു നിനക്ക് നടത്തിത്തരുമല്ലോ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ പറയുന്നു, ഇല്ല, ഒരു കാര്യം മാത്രം എന്റെ പടച്ചവൻ എനിക്ക് നടത്തി തന്നിട്ടില്ല, ഒരു കാര്യം മാത്രം എന്റെ പടച്ചതമ്പുരാൻ എനിക്ക് നടത്തി തന്നിട്ടില്ല. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്തേ നിന്റെ ഏതാവശ്യമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നടത്തി തരാത്തത്? ബഹുമാനപ്പെട്ട മനുഷ്യൻ പറയുകയാണ്, ഞാൻ എന്റെ പടച്ചവനോട് ഇബാദത്ത് ചെയ്ത് ഒരുപാട് എടുത്തവനാണ്. എന്റെ ഖൽബിന്റെ അകത്തെന്റെ ഭാര്യയേക്കാൾ, എന്റെ മക്കളെക്കാൾ, ഈ ലോകത്തുള്ള സർവ്വതിനേക്കാൾ ഞാൻ എന്റെ പടച്ചവനാണ് സ്ഥാനം കൊടുക്കുക. അല്ലാഹു അക്ബർ എന്ന് 1000 പ്രാവശ്യം പറയാത്ത ദിവസം എന്റെ നിഘണ്ടുവിലില്ല. അല്ലാഹുവല്ലേ വലിയവൻ, ഈ ലോകത്തെ പടച്ചവൻ, ഈ പ്രപഞ്ചത്തെ പടച്ചവൻ, ഈ സൃഷ്ടിചരാചരങ്ങളെ മുഴുവനും നിയന്ത്രിച്ച് നിർമ്മിച്ചുകൊണ്ട് നടക്കുന്ന ആ പടച്ചവനല്ലേ വലിയവൻ. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് എടുക്കൊന്നും പറയാനില്ല. പക്ഷെ അങ്ങനെയുള്ള പടച്ചതമ്പുരാനോട്
ഞാൻ എന്ത് ചോദിച്ചാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നടത്തി തന്നിട്ടേ ഉള്ളൂ. ഒരു കാര്യം അല്ലാഹു എനിക്ക് നടത്തി തന്നിട്ടില്ല. ഒരു കാര്യം മാത്രം എന്റെ പടച്ചതമ്പുരാൻ എനിക്ക് നടത്തി തന്നിട്ടില്ല. അതെന്തെന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ പറയുകയാണ്, 20 വർഷം കൊണ്ട് ഞാൻ എന്റെ പടച്ചവനോട് ഒരേ ദുആ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദുആ അല്ലാഹു ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്ത് ദുആയാ, എന്താവശ്യമാണ് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ടവന് പറയുകയാണ്, 20 വർഷം കൊണ്ട് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നതല്ലോ രാജകൊട്ടാരവും കിരീടവും ചെങ്കോലും പദവിയും പ്രൗഢിയും പ്രതാപവും പണവും ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നീയാണ് വലിയവനെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിലേക്ക് ഇറങ്ങിപ്പോയ ഒരു സൂഫിയായ മനുഷ്യനുണ്ടല്ലോ, ഒരു മഹാനായ വിലായത്തിന്റെ പദവിയിലെത്തിയ മഹാനുണ്ടല്ലോ, ഇബ്രാഹിമിന് അദ്ദേഹം എന്നാണ് ആ മഹാന്റെ പേര്. ആ മഹാന് എനിക്കൊന്ന് കാണിച്ചു തരണമല്ലോ. 20 കൊല്ലം കൊണ്ട് ഞാൻ ദുആ ചെയ്യുകയാണ്. ആ ദുആ മാത്രം എന്റെ പടച്ചതമ്പുരാൻ സ്വീകരിച്ചിട്ടില്ല. 20 കൊല്ലം കൊണ്ട് ഞാൻ എന്റെ പടച്ചവനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ എനിക്ക് ഇബ്രാഹിമിനെ അദ്ദേഹം എന്ന മഹാനുഭാവനെ ഒന്ന് കാണിച്ചു തരണമല്ലോ. ആ മഹാനുഭാവൻ നിന്നെ തിരിച്ചറിഞ്ഞവനാണ്, നിന്നെ മനസ്സിലാക്കിയവനാണ്. നിന്റെ വലിപ്പത്തരത്തെ തിരിച്ചറിഞ്ഞപ്പോ രാജകൊട്ടാരത്തെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയവനാണ്. അതുകൊണ്ട് ആ മഹാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണിക്കണമല്ലോ. ഇത് പറയുമ്പോ ഇബ്രാഹിമിന് അധികം റളിയല്ലാഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനാണ് ഇബ്രാഹിമിന് അധികം, ഞാനാണ്. അല്ലാഹുവേ 2 കരം നീട്ടിയിട്ട് മുആനക ചെയ്യുകയാണ്. പിന്നെ മുആനക കഴിഞ്ഞ് ഇബ്രാഹിം അധികം റളിയല്ലാഹുവിനെ കുലിക്ക് നോക്കുമ്പോ ജീവനില്ല. ആശിക്കിലേക്ക് ഖൽബ് ചേർത്ത് വെച്ച്, മനസ്സ് ചേർത്ത് വെച്ച് അല്ലാഹുവിലേക്ക് നീങ്ങിപ്പോയിരിക്കുകയാണ്. أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. കൊതിച്ചോ എന്റെ കോഴിക്കോട് ജില്ലയിലെ ചെറുപ്പക്കാരെ ആഗ്രഹിച്ചോ, എന്റെ പിന്നടെ മനസ്സ് വെച്ചോ, അവർക്ക് അല്ലാഹുവിന്റെ ലോകത്തേക്ക് അല്ലാഹുവിന്റെ വന്ന് പറഞ്ഞ് കിടന്നവരോ നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാ, അല്ലാഹുവിന്റെ വലുപ്പത്തെ തിരിച്ചറിഞ്ഞവരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ലോകത്തേക്ക്, സ്വർഗത്തിലേക്ക്, പൊരുത്തത്തിലേക്ക്, തൃപ്തിയിലേക്ക് മടങ്ങി വരൂ എന്ന് പറഞ്ഞവരെ കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മാലാഖമാർ ഈ ഭൗതിക ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കൊണ്ടുപോകാനും ആളുകൾ വരണം. നമ്മളെ കൊണ്ടുവന്ന് 100 ദിർഹം സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ബാക്കിയുള്ള സദസ്സിൽ ഇത് പറയുമ്പോൾ വിഷമാവും. കാരണം എന്താ, എല്ലായിടത്തും പിരിവുണ്ടാവുമല്ലോ. അപ്പൊ വക്കരോട് ചെല്ലുമ്പോൾ അവർ ആ ദിക്ർ ചൊല്ലിയോട് പൈസ ഇടില്ല. ഇവിടെ ധൈര്യമായിട്ട് പറയാം, ആ ദിക്ർ 100 ദിർഹം ഒരു ദിവസം നിങ്ങൾ സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ, 100 ദീനാർ എന്നാണ്, 100 ദീനാർ ഒരു ദിവസം നിങ്ങൾ സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിക്ർ. നിങ്ങളിൽ ഒരാൾ ആ ദിക്ർ പറഞ്ഞാൽ 100 പ്രാവശ്യം ആ ദിക്ർ പറഞ്ഞാൽ അഹബ്ബു ഇലയ്യ മിൻ അൻ തസദ്ദഖ ബി100 ദീനാർ, 100 ദീനാർ സ്വതക്ക ചെയ്യുന്നതിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടം അതാണ്. ആ ഒരു ദിക്ർ നിങ്ങൾ പറയാനാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താണ് ദിക്ർ എന്നറിയാം? ഇവിടെ പിരിവില്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ടും പറയാം. നിങ്ങളുടെ ആ ഇരിക്കുന്ന ഭാഗത്ത് വെട്ടി വെച്ചിട്ടുണ്ടോ? അവിടെ ഉണ്ടോ? വെളിയ എല്ലാ ഭാഗത്തും ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക്. അത് ഇവിടെ നടക്കുന്ന ഈ മക്കാമിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ അൽഹംദുലില്ലാ അത് ഈ മഹാനുഭാവന്റെ മക്കാമിന്റെ മുമ്പിൽ ഇവിടത്തെ നടത്തിപ്പിന് നമ്മൾ കൈനീട്ടേണ്ടി വരില്ല. എത്രയോ സ്ഥലം അള്ളാന്റെ ഔലിയാക്കൾ കടന്നുറങ്ങുന്ന സ്ഥലത്ത് ആദ്യ കോളേജിൽ നമ്മൾ പരിശോധിച്ച് നോക്കി. പറയാൻ 100 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി 100 ദിനാർ സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. 100 പ്രാവശ്യം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് സാധുക്കൾക്ക് 100 ദിനാർ സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമാണ്.
അത് പറയാതെ ജീവിച്ചത് കൊണ്ടല്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞത്, ചെല്ലണം നബിയേ, ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗാ. ഫിറഔനാണ് വലിയവനെന്ന് ഫിറഔൻ പറയുന്നു, പക്ഷേ ഞാനാണ് വലിയവനെന്ന് അവനോട് പറഞ്ഞു കൊടുക്കണം മൂസാ നബിയെ. ആ ഫിറഔനോട് പറഞ്ഞു കൊടുക്കണം മൂസാ നബിയെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഫിറഔനോട് പറഞ്ഞിട്ട് ആ ഫിറഔൻ കേട്ടില്ല. 300 കൊല്ലമാണ് ഫിറഔൻ ജീവിച്ചത്. 300 കൊല്ലമാണ് ദുനിയാവിൽ ഫിറഔൻ ജീവിച്ചത്. വല്ലാത്ത ആരോഗ്യമായിരുന്നു. ഒരു ദിവസം ഒരു മാടിനെ കഴിക്കുമായിരുന്നു ഫിറഔൻ. എന്നിട്ട് ആ ഫിറഔൻ പറഞ്ഞിരണ്ടാ, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന. പക്ഷേ പടച്ചതമ്പുരാ പുറത്തു കൊടുത്തില്ല, പടച്ചതമ്പുരാ വിട്ടുകൊടുത്തില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നവരെ മുഴുവനും നശിപ്പിച്ചില്ലേ? അല്ലാഹുവിന്റെ വലിപ്പത്തെ ചോദ്യം ചെയ്തവരാണ് ഈ ഭൗതിക ലോകത്ത് സന്തോഷത്തോടെ ജീവിച്ച് അവസാനിച്ചു പോലെ ചരിത്രം നമുക്ക് കാണിച്ചെടുക്കാൻ പറ്റൂല. അതാരാകട്ടെ, അത് ഏത് ലോകത്തുള്ളവരാകട്ടെ, അത് മുസ്ലിമാരെ കുറ്റപ്പെടുത്തുന്നവരാകട്ടെ, അത് ലോകത്ത് ഒരുപാട് വർഗീയത ഇണക്കി വിടുന്നവരാകട്ടെ, ഞാനാണ് വലിയവനെന്ന വലിപ്പത്തനം കാണിച്ചുകൊണ്ട് നടന്നവരാണ്. അവരാരും ഈ ഭൗതിക ലോകത്ത് രക്ഷപ്പെട്ടിട്ടില്ല. അള്ളാന്റെ പരലോകത്തും അവർ രക്ഷപ്പെടൂല. പടച്ചതമ്പുരാന്റെ കോടതിയിലും അവർ രക്ഷപ്പെടൂല. അള്ളാന്റെ റസൂല് പറയുന്ന അശറുന്നാസി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് ഏറ്റവും വൃത്തികെട്ട മനുഷ്യനാരെന്നറിയോ? ഖിയാമത്ത് നാളില് ഏറ്റവും വലിയ വിപത്ത് കിട്ടുന്ന മനുഷ്യരാരെന്നറിയോ? തുസമ്മാ മലിക്കുൽ അംലാക്ക്. അഹങ്കാരികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ല എന്ന് സാരം. പരലോകത്ത് ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അവരിൽ ഏറ്റവും വൃത്തികെട്ടവനാരാ? തുസമ്മാ മലിക്കുൽ അംലാക്ക്, രാജാതിരാജൻ എന്ന് നാട് മുഴുവനും വിളിച്ചപ്പോ അത് കേട്ട് അഭിമാനത്തോടെ തിരുത്താൻ നിൽക്കാതിരുന്ന മരമണ്ടനാണ് പരലോകത്തെ ഏറ്റവും വലിയ പരാജിതനെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നമ്മളെ കുറിച്ച് ഒരാൾ ഒരുപാട് മധു പറയുമ്പോ മനസ്സിലെങ്കിലും തോന്നല് വേണ്ടേ, ഇത്രയും വേണ്ടായിരുന്നു നിർത്തിക്കോ. നമ്മൾ അങ്ങനല്ല, കുറച്ചുകൂടെ വരട്ടെ എന്ന് പറയാം. ഇവിടെയാണ് പ്രശ്നം, ഇവിടെയാണ് പ്രശ്നം. ഞാൻ അബൂദാബിയിൽ പോയപ്പോ അവിടുത്തെ ഏറ്റവും വലിയൊരു സമ്പന്നനോട് പറഞ്ഞതെന്താ, ചെറിശ്ശേരി ഉസ്താദിന് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മുമ്പര് വന്ന് വാങ്ങിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളോടൊക്കെ ഞങ്ങൾക്കൊരു ചെറിയ വെറുപ്പാന്ന് പറഞ്ഞു. എനിക്കുണ്ടല്ലോ രോമാഞ്ചം ഉണ്ടായിപ്പോയി. സത്യം പറഞ്ഞു, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, അഭിമാനം തോന്നിപ്പോയി. അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. കണ്ട കണ്ണു വെച്ചവിടക്കാരും പലിശക്കാരും ഒക്കെ അവരതൊക്കെ കൈയിട്ട് വാങ്ങിയിട്ടല്ലോ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. അല്ലാഹു നമുക്ക് നിലനിൽപ്പ് തരട്ടെ. നല്ല പൊരുത്തമുള്ള ജീവിതം അല്ലാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. പരലോകത്തെ ഏറ്റവും വൃത്തികെട്ടവരാരാ? ഏറ്റവും മോശക്കാരാണ്. രാജാതിരാജൻ എന്ന് വിളിച്ചാലും പ്രശ്നമില്ലാതെ കേട്ട് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നവൻ. എത്ര മറുപടി പറഞ്ഞാലും ഇങ്ങനെ വീണ്ടും വീണ്ടും പറയട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് കേൾക്കാൻ മനസ്സിന്റെ അകത്ത് താല്പര്യമുണ്ട്. ഞാനൊരു വലിയ ഏറ്റവും വലിയ ഒരു പദവിയിലേക്ക് എത്തി എന്ന തോന്നൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് മനുഷ്യ മനസ്സിൽ തട്ടുകൾ ആർക്കും ഉണ്ടാവുന്നത്, ആർക്കും ഉണ്ടാവുക. ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗത്തിന് ഡേറ്റ് കൊടുക്കുന്നവരൊക്കെ പറയാ. ചില സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെല്ലുമ്പോ പണ്ടൊക്കെ ഈ നാടകം തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന പോലെ ഏറ്റവും വെച്ചിട്ട് എന്ത് പറയില്ല, എന്ത് വെള്ളച്ചാട്ടം നാഗി എന്ന് പറഞ്ഞ വാക്കിന് പറയില്ലോ, സാഹിത്യ വാക്കുകൊണ്ടങ്ങോട്ട് നയാഗ്ര വെള്ളച്ചാട്ടം പോലെ കണ്ടുപിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയും. വലിയൊരു ഇപ്പൊ തുടങ്ങും, പ്രസംഗം ഇപ്പൊ തുടങ്ങണ ആ പരിപാടി നമുക്ക് പറ്റിയതല്ല. അത് ആദ്യമേ പറഞ്ഞ് മനസ്സിലായി കൊടുത്തു ചില സംഘാടകർക്ക്. കാരണം എന്താ പറയുക, യുവാക്കൾക്ക് ഇതൊക്കെ ഒരു ആവേശമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് CM വലിയുല്ലാഹി നവ്വറല്ലാഹു മർക്കദഹു അവരുടെ ആത്മാവിന്റെ സുഗന്ധമുണ്ടെങ്കിൽ ഇരിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. തമാശയില്ലല്ലോ. ഇത് അള്ളാഹുവിന്റെ കോടതി രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സമയമാണ്. അൽഹംദുലില്ലാ ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് അള്ളാഹു തന്ന വലിയ ഭാഗ്യം. ഇത് കേവലം ഒരു ചടങ്ങല്ല, ഒരു കടമയല്ല. നമ്മുടെ വീട്ടിൽ വാപ്പാട് ആണ്ട് നടത്തുന്ന പോലെ ഇരുന്നൊരു പാർട്ടി പോലെ ചാപ്പാട് കഴിച്ച് പിരിഞ്ഞു പോകുന്ന കേവലം ഒരു ആണ്ട് നേർച്ചയല്ല ഇത്. അള്ളാഹുവിനെ മനസ്സിലാക്കിയവരുടെ മുമ്പിൽ നമ്മൾ വന്ന് കെഞ്ചുകയാണ്. നമ്മുടെ കാര്യം കൂടി പരിഗണിക്കണം.
ഒന്നിന് യോഗ്യതയില്ലാത്തവരാന്ന് പറഞ്ഞ് പൊട്ടിക്കറിയില്ല. അതിനാണ് ഈ ആലിമീങ്ങളും സൂഫിയാക്കളും സയ്യിദുമാരും ഉസ്താദുമാരും ഒക്കെ കഷ്ടപ്പെടുന്നത്. അള്ളാഹു ഒരുപാട് കാലം ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജലീൽ ബാക്കി ഉസ്താദിന് ഇനിയും സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അവിടുത്തെ ഗുരുത്വം അള്ളാഹു അതിന് പകരം കൊടുക്കട്ടെ. ഇവിടെ നിന്ന് മാറാൻ പറ്റാത്ത വലിയ ആത്മീയമായ കുരുക്കിലാണ് ബഹുമാനപ്പെട്ടവർ പെട്ടുകിടക്കുന്നത്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അങ്ങനെ തന്നെ എല്ലാവരും അങ്ങനെ വിടുമ്പോഴല്ലേ നമ്മളൊക്കെ രക്ഷപ്പെടുള്ളൂ. അങ്ങനെ വിടുമ്പോഴേ നമ്മുടെ രക്ഷപ്പെടുള്ളൂ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോ പരലോകത്തും ദുനിയാവിലും രക്ഷയില്ല. ദുനിയാവിൽ ആരാ രക്ഷപ്പെട്ടത്? ഞാനാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞ ഫിറഔനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയിപ്പിച്ചല്ലോ. മൂസ, നിന്റെ റബ്ബാണ് വലിയവനെന്ന് ഞാൻ സമ്മതിക്കുന്ന മൂസ. അവസാനം തുറന്ന് സമ്മതിക്കേണ്ടി വന്നല്ലോ. നമ്രൂദ് ആരായിരുന്ന നമ്രൂദ് ജനങ്ങളെ മുഴുവനും അവന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് സുജൂദ് ചെയ്യിപ്പിക്കൽ ഒരു ഹരമായിരുന്ന നമ്രൂദിന് ആരെ കണ്ടാലും ഞാനാണ് ഏറ്റവും വലിയ പടച്ചതമ്പുരാ, അതുകൊണ്ട് എന്റെ മുമ്പ് വന്ന് സുജൂദ് ചെയ്യാൻ ലോകത്തുള്ള മുഴുവൻ ആളുകളോടും നമ്രൂദ് പറയുമായിരുന്നു. അവസാനം നമ്രൂദ് ചത്തൊടുങ്ങിയത് എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കൊതുക് നമ്രൂദിന്റെ തലയ്ക്കകത്ത് കയറുകയാണ്. അത് പുറത്തു പോകുന്നില്ല. കേവലം ഒരു ചെറിയ കൊതുക് വലിയവനായ പടച്ചതമ്പുരാ പറഞ്ഞു വിട്ടപ്പോ നമ്രൂദിന്റെ തലയ്ക്കകത്തിരുന്ന് പുറത്തു പോകുന്നില്ല. നമ്രൂദിന്റെ തലയുണ്ടല്ലോ, അവസാനം ചികിത്സിക്കാൻ കൊണ്ടുപോയപ്പോ അന്നത്തെ വൈദ്യന്മാര് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആ തലയ്ക്കകത്തെ വേദനയും ബുദ്ധിമുട്ടും മാറണമെങ്കിൽ ജനങ്ങൾ കാലുകൊണ്ട് ആ തലയിൽ ചവിട്ടണമെന്ന് വൈദ്യന്മാര് നിർദ്ദേശം കൊടുത്തപ്പോ ആരൊക്കെയാണോ തന്റെ മുമ്പ് വന്ന് സുജൂദ് ചെയ്തിരുന്നത് അവര് മുഴുവനും ആ നമ്രൂദിന്റെ തലയിൽ ചവിട്ടുകയാണ്. അല്ലാഹു അക്ബർ. ആ പടച്ചവൻ തന്നെയാണ് വരുന്നത്. സൂറത്തുൽ ഖസസിൽ പറയട്ടെ, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്വതി വൽ ഖുവാ. അതേ ഒരു വലിയ സാമ്പത്തിക സാമ്രാജ്യം പടുത്തുയർത്തി പോയ ഖാറൂൻ, ജനങ്ങളെ ഞാനാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞ ഖാറൂൻ, വഖസബ്നാ ബിഹി വബിദാരിഹിൽ ആ ഖാറൂനിന്റെ കൊട്ടാരത്തെ കാരുണ്യവാനായ പടച്ചതമ്പുരാ ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് ഖുർആൻ പറയുമ്പോ അഹങ്കരിക്കണ്ട, ധിക്കരിക്കണ്ട. നിങ്ങളെത്ര ചാടിയാലും നിങ്ങളെത്ര ധിക്കാരം കാണിച്ചാലും രണ്ട് സമയത്ത് നിങ്ങൾ അറിയാതെ തുറന്ന് സമ്മതിക്കുന്നതാ. അല്ലാഹുവേ, നീ തന്നെയാണ് വലിയവൻ. കുറച്ച് പണമുണ്ടായപ്പോ മനസ്സൊന്ന് പതറിപ്പോയല്ല, കുറച്ച് സ്ഥാനമുണ്ടായപ്പോ മനസ്സൊന്ന് ചിതറിപ്പോയല്ല. മാപ്പാക്കണം റബ്ബേ, നീ തന്നെയാണ് വലിയവനെന്ന് രണ്ട് സമയത്ത് മനുഷ്യൻ തുറന്ന് സമ്മതിക്കുന്നതാണ്. അതിലൊന്നാമത്തെ സമയം എപ്പോഴും അറിയുമോ? ഇന്തൽ മറവി, ഒന്ന് രോഗത്തിന്റെ സമയമാണ്. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ മഖാമിന്റെ സിയാറത്തുകളിൽ ഇറങ്ങി വരുമ്പോഴാണ് ഒരു പൊന്നുമോഹൻ വന്ന് പറഞ്ഞൊരു ഉസ്താദേ, വേദന സഹിക്കുന്നില്ല, എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചി ഇവിടെ വന്നിട്ടുണ്ട്, ക്യാൻസറാണ്, 6 മാസം കൊണ്ട് ക്യാൻസറാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കിടന്ന് ചികിത്സിക്കാൻ വേണ്ടി തിരുവനന്തപുരം RCCയിലേക്ക് പോകാൻ പോവാണ്. ഉസ്താദേ മറക്കല്ലേ, എന്റെ ഉസ്താദെ മറക്കല്ലേ. ഇത്രയും ജനങ്ങൾ വന്നിരിക്കുമ്പോ എന്റെ ജീവന്റെ ജീവനായി ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ സദസ്സിലുണ്ട് ഉസ്താദേ. എനിക്ക് ലോകത്ത് വേറൊന്നും വേണ്ട ഉസ്താദേ. എന്റെ ഉമ്മച്ചി റൂമിനകത്ത് കിടന്ന് വേദന കൊണ്ട് കരയുന്നത് കേൾക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉസ്താദ് ദ്വാരക്കണമെന്ന് പറയുമ്പോ ആര് സമ്മതിച്ചു പോകും? പ്രിയപ്പെട്ടവരെ, എത്ര പലിശക്കാരനാകട്ടെ, എത്ര കൊലകുമ്പനാകട്ടെ, എത്ര വലിയ പവർ ജീവിച്ചവനാകട്ടെ, എത്ര വലിയ പുത്തൻ പാലിയാകട്ടെ, എത്രയോ രാത്രിയിൽ ആരും കാണാതെ മക്കാമിൽ വന്ന് പൊട്ടിക്കരന്ന പുത്തൻപാലികൾ എത്രയാ, മാപ്പാക്കണമെന്ന് പറഞ്ഞവരെത്രയാ. എന്തുകൊണ്ടെന്നറിയോ? രോഗം വരുമ്പോ അറിയാതെ ഓടിപ്പോകുകയാണ്, പ്രയാസം വരുമ്പോ അറിയാതെ ഓടി വന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുവരെ കാത്തിരിക്കണ്ട. ആ ഈമാനിനൊരു സുഖമില്ല, ആ വിളിക്കൊരു താല്പര്യമില്ല. പടച്ചതമ്പുരാൻ ആരോഗ്യമുള്ളപ്പോ തന്നെ രംഗത്ത് വന്നോ ചെറുപ്പക്കാരാ. ഇന്ന് എത്രയോ രംഗങ്ങളല്ലേ നമ്മൾ കണ്ടുപോയത്. അല്ലാഹുവേ, മാരക രോഗം തരല്ലേ അല്ലാ.
തിരുവനന്തപുരം RCCക്കകത്ത് റമദാനിൽ മരിക്കണമെന്ന് കുരിച്ചുപോയ ക്യാൻസർ ബാധിച്ച ഉമ്മ, 3 മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മ. ദുആ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ദുആ ചെയ്യാൻ പറ്റുമോ? ഉസ്താദെ എന്തായാലും മരിക്കുമല്ലോ, 27-ാം രാവിലെ മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആരക്കുവോ? റമദാൻ തീരുന്നതിന് മുമ്പ് മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആരക്കുവോ? റോസാപ്പൂ പോലിരിക്കുന്ന പ്രിയപ്പെട്ട പിഞ്ചുമോളെ തന്റെ ശരീരത്തോടെ ചേർത്ത് വെച്ച് ഉമ്മച്ചി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോ ആ മക്കൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങനെ ദുആ ചെയ്യും. എന്റെ വീട് ഒരു ഉത്സവം പോലെ സന്തോഷമുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട മക്കൾ ഓടുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കൾ കളിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കൾ ചിരിക്കുമ്പോ, ആ മക്കളോടൊത്ത് ജീവിച്ചു കൊതിരാത്ത ഈ പാവപ്പെട്ടവൻ എങ്ങനെയാണ് 3 മക്കളുടെ ഉമ്മയെ മരിപ്പിക്കണമെന്ന് ദുആ ചെയ്യുക? ഞാൻ ദുആ ചെയ്തിട്ടില്ല. ഇന്നും ആ പ്രിയപ്പെട്ട ഉമ്മ ഹോസ്പിറ്റലിലാണ്. റബ്ബേ, നീ അസുഖം കുറച്ചു കൊടുക്കണേയല്ല, ആരോഗ്യം കൊടുക്കണേയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ തുറന്ന് സമ്മതിക്കാൻ ഒരു യോഗം വരുന്നവരെ കാത്തിരിക്കാതിരിക്കുക. രണ്ടാമത്തെ സമയം എപ്പോഴെന്നറിയോ? വൈന്ദൽ മൗതി, മരണത്തിന്റെ സമയമാണ്. അല്ലാഹുവിന്റെ വലിപ്പത്തെ അറിയാതെ തുറന്ന് സമ്മതിക്കുന്ന രണ്ടാമത്തെ സമയം മരണസമയമാണ്. ബക്കറ്റിൽ നിന്ന് വെള്ളമൊഴിച്ചു കുഞ്ഞുമോനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ സോപ്പെടുക്കാൻ പോയി. സോപ്പെടുത്തുകൊണ്ട് വന്നപ്പോ ബക്കറ്റിനകത്ത് മരിച്ചു കിടക്കുന്നതിന്റെ പ്രിയപ്പെട്ട എല്ലാമായ കുഞ്ഞുവാവ ആരോട് പരാതി പറയും? സ്കൂൾ വാഹനം തിരിച്ചു വരുന്നു. വീടെത്തുന്നതിന് കുറച്ചകലം. എന്റെ പ്രിയപ്പെട്ട മകനിപ്പ വരും, മകളിപ്പ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഉമ്മ രാവിലെ ഇച്ചിരി പാലും ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയ പൊന്നുമോനിപ്പോ വരുമല്ലോ. വലിയൊരു വൃക്ഷം പിഴുതി വീണ് കോതമംഗലത്ത് 5 പിഞ്ഞുമക്കൾ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, പടച്ചവനെ, ഇന്നത്തെ പത്രത്തിൽ കണ്ടപ്പോ ചങ്കുപറ്റി പോയി. ഒരു നല്ല കുഞ്ഞുമോള്, ഏകദേശം ഒരു 5 വയസ്സ് 6 വയസ്സ് പ്രായം വരുന്ന കുഞ്ഞുമോള്, അല്ലാഹുവേ, പഠനം കഴിഞ്ഞ് വീട് എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞെങ്കിലും ഉമ്മച്ചിണ്ടെത്താമായിരുന്നു. അതേ ഒരു നായ വന്ന് കടിച്ചിട്ട് ആ പൊന്നുമോള് മരിച്ചുപോയി. അല്ലാഹുവേ, പടച്ചവനെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കള് ഈ മക്കാമിൽ ഏൽപ്പിക്കലാണ് തമ്പുരാനെ. നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ല റബ്ബേ, നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല റബ്ബേ. നിന്റെ ഔലിയാക്കളുടെ കാവലില്ലാതെ, നിന്റെ ആരിഫീങ്ങളുടെ തടവില്ലാതെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരാൻ നമുക്ക് കഴിയില്ല റബ്ബേ. നീ സംരക്ഷിക്കണേ അല്ലാ, നീ കാക്കണേ പടച്ചവനെ. അങ്ങനെ ഒരു സംരക്ഷണം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണമെങ്കിൽ എന്റെ മടവൂര് വന്നവരെ, നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ കയ്യിലേക്ക് ഖുർആനിലേക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? നീ ആ ഖുർആൻ എടുത്ത് വെക്കുവോ? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. 70,000 മലക്കുകളാണ് ഈ സൂറത്ത് ഓതുന്നവർക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത്. 70,000 മലക്കുകളാണ്, തമാശയില്ല. അൽഹംദുലില്ലാഹ്. അങ്ങനെ അല്ലാഹുവിനെ മറന്നുപോയവര്, അല്ലാഹുവിന്റെ മുന്നിൽ ധിക്കാരിയായി ജീവിച്ചു പോയവര്, വൈന്ദൽ മൗതി, മരണത്തിന്റെ സമയമാകുമ്പോ അവർ അല്ലാഹുവിന്റെ വലിപ്പത്തരത്ത് അംഗീകരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ വലിപ്പത്തെ അവർ തുറന്ന് സമ്മതിക്കുന്നതാണ്. ഒരു ദിക്ർ കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു അക്ബർ. അത് അല്ലാഹുവിന്റെ വലിപ്പമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത റസൂലിന് പറഞ്ഞു കൊടുത്തു, കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നിധി കൂമ്പാരത്തിൽപ്പെട്ട ഒരു നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ 2 ദിക്ർ ഇൻഷാ അല്ലാഹ് ഏത് ഔലിയാക്കളെ നിങ്ങൾ പരിശോധിച്ച് നോക്ക്, അവരുടെയൊക്കെ ജീവിതത്തിൽ നാവിൻ തുമ്പിൽ ഈ അദ്കാറുകൾ തത്തിക്കളിച്ചിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് 11 പ്രാവശ്യം വീതം ഈ ദിക്ർ ചൊല്ലി 11 സ്വലാത്തും ചൊല്ലി ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ. പിന്നെ ഇവിടെ വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, വളരെ സങ്കടത്തിൽ ദുആ പെട്ടെന്ന് കഴിയും, അതിന് മുന്നൊരു ഒഴിഞ്ഞുപോക്ക് എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് യമാനിയയുടെ കീഴിൽ ഡിസംബർ 30-31 കോഴിക്കോട് വെച്ച് ഒരു വലിയ പ്രഭാഷണം ഈ വർഷം നടക്കുന്നുണ്ട്. യമാനിയ സ്ഥാപനത്തിന്റെ കീഴിലാണ്. 30-ാം തീയതി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ലാ ഹൗല വലാ ഖുവത അലിയിൽ അദീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ 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 അലിയിൽ അദീം ലാ ഹൗല വലാ ഖുവത بفضل صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد. സ്റ്റേജിലുള്ള എല്ലാ ഉസ്താദുമാരുടെ അനുവാദത്തോടെ ചെറിയൊരു ദുആ ചെയ്യലാണ്. അള്ളാഹു സയ്യിദന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പൊരുത്തപ്പെടണം. നിങ്ങളൊക്കെ വേദിയിരിക്കേണ്ടവരാണ്. അള്ളാഹു ഉസ്താദുമാരുടെ സയ്യിദന്മാരുടെ ബറക്കത്തോടെ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ യുവാഫി നഅ്മുഹു വയകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവനെ, ഞങ്ങളുടെ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ നാവിൽ നിന്ന് അവസാനം ഞങ്ങളുടെ നാവ് കൊണ്ട് പറയേണ്ടുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കി ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സിയം വലിയതായെ കുറിച്ച് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾ അറിഞ്ഞത് മുഴുവനും അത്ഭുതമാണ്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്യത്ഭുതമാണ്. ആ മഹാനുഭാവന്റെ കറാമത്ത് അധികരിപ്പിക്കണേ അല്ലാഹ്. ആ മഹാനുഭാവന്റെ കറാമത്ത് അധികരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹു, ഇവിടുത്തെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾ സാധുക്കളാണ് പടച്ചവനെ, കഴിവില്ലാത്ത പാപികളാണ് റബ്ബേ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ഗുരുത്വം കൊണ്ട് കാരുണ്യവാനായ പടച്ചവനെ, ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ സർവ്വ പാദങ്ങളും നീ പുറത്തു മാഫാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, അർഹമർ റഹീമായ പടച്ചവനെ, ഔലിയാക്കൾ പോയ വഴിയിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് രോഗികൾ ഇവിടെയുണ്ട് റബ്ബേ. വലിയ പ്രതീക്ഷയിലാണ്. ഇവിടെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ രോഗം ബാധിച്ചവരുണ്ട് പടച്ചവനെ. അല്ലാഹുവേ, ആ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ പടച്ചവനെ, ആ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ആളുകൾ ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാം നീ നീക്കിക്കൊടുക്കണേ തമ്പുരാനെ.
അള്ളാഹു ഈ മഹാന്റെ കറാമത്തുകൊണ്ട് അതൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് പലവിധ രോഗങ്ങളുണ്ട് റബ്ബേ, ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ല. അള്ളാഹു പടച്ചവനായ രോഗവും പ്രയാസമൊക്കെ നീ മാറ്റിത്തരണേ അല്ലാഹ്, നീ മാറ്റിത്തരണേ അല്ലാഹ്, നീ മാറ്റിത്തരണേ അല്ലാഹ്. ഈ മഹാനുഭാവന്റെ മുമ്പിൽ നിന്നാകുമ്പോൾ വളരെ ആധികാരികതയോടുകൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും, അള്ളാഹുവേ നിന്റെ പൊരുത്തം നേടിയ മഹാനുഭാവൻ ജീവിതം ഒരുപാട്, അള്ളാഹുവെ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് ഞങ്ങളത് അനുഭവിച്ചതാണ്. ആ ബഹുമാനപ്പെട്ടവരുടെ കറാമത്തുകൊണ്ട് അള്ളാഹുവെ ഞങ്ങളുടെ മക്കൾക്ക് മാരക രോഗത്തിൽ നിന്ന് രക്ഷ നീ കൊടുക്കണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും പടച്ചവന് ക്യാൻസറിന്റെ അണുക്കളുണ്ടെങ്കിൽ പലരും ഭയത്തിലാണ്, പലരും ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്നവരാണ്, ചെറിയ സംശയം ഡോക്ടർ പറഞ്ഞവരാണ്, അള്ളാഹു ആ രോഗമുള്ളവരാണ്, ക്യാൻസറിന്റെ അണുക്കളുണ്ടെങ്കിൽ അള്ളാഹുവേ ഈ ഉറൂസിന്റെ ഇന്നത്തെ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായും അതിന് നീ കരിച്ചു കളയണേ അല്ലാഹ്, കരിച്ചു കളയണേ അല്ലാഹ്, കരിച്ചു കളയണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ കടം കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകളുടെ ഉണ്ട്. എത്രയോ അകലങ്ങളിൽ നിന്ന് ഓടിയെത്തിയവരാണ്. കടം തീരാതെ അവരെ മരിപ്പിക്കല്ലേ അല്ലാഹ്, കടം തീരാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അറിയാതെ ബാങ്ക് ലോണിൽ കുടുങ്ങി വീടും വസ്തുവൊക്കെ ചെത്തിയാകാൻ പോകുന്നുണ്ട് തമ്പുരാനെ. അല്ലാഹുവെ രക്ഷപ്പെടുത്തിയിട്ട് നല്ലൊരു ജീവിതം നീ കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ ഞങ്ങളുടെ പെൺമക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാഹ്. അനുയോജ്യരായ ഇണകളെ കൊടുക്കാൻ കഴിയാതെ സാമ്പത്തിക പ്രയാസം കൊണ്ട് പൊറുതിമുട്ടുമ്പോ ആ പെൺമക്കൾ ഞങ്ങളോട് നറുകീട് കാണിക്കുന്ന അവസ്ഥ വരുത്തല്ല അല്ലാഹ്, വഴി തെറ്റിക്കല്ലേ അല്ലാഹ്, വഴി പിഴപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവതലമുറയെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹു ഇത് നീ കണ്ടില്ലേ പടച്ചവനെ, എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ ഇവിടെയുണ്ട് റബ്ബേ. ഈ വലിയന്റെ മുമ്പിൽ വന്നവര് ഒരിക്കലും സിനിമാ ലോകത്തിന് പേരെഴുതി കൊടുക്കുന്ന ജീവിതത്തിന്റെ ഉടമകളാക്കല്ലേ അല്ലാഹ്, ഉടമകളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിന്റെ അകത്ത് നീയും നിന്റെ മുത്ത റസൂലും നിറഞ്ഞു തുളുമ്പുന്ന ഈമാനിന്റെ ഒരു മാധുര്യം നിങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഔലിയാക്കളുടെ അത്ഭുത ലോകത്തെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അർഹമർ റഹീമായ പടച്ചവനെ, ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെയുണ്ടല്ലോ. എന്റെ ഒരു സുഹൃത്തിന്റെ മാരക രോഗം ബാധിച്ചിട്ടുണ്ട് തമ്പുരാനെ. ആ സഹോദരൻ ഇവിടെയുണ്ട് റബ്ബേ, പൂർണ്ണമായും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഇവിടുത്തെ കറാമത്ത് കാഫിയായ അല്ലാഹുവേ ആ സഹോദരന്റെ രോഗം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. വാപ്പിച്ചാന്ന് വിളിച്ചോടി വരുന്ന അദ്ദേഹത്തിന്റെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ റബ്ബേ. മോനെന്ന് വിളിച്ച് മുത്തം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഉമ്മയെ മകനില്ലാത്ത ഒരവസ്ഥയിൽ നീ കണ്ണീരിലായിട്ടല്ല തമ്പുരാനെ. അല്ലാഹുവേ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ. പുത്തൂരിൽ നിന്ന് മംഗലാപുരം പുത്തൂരിൽ നിന്ന് വന്ന ഒരു സഹോദരൻ മക്കളില്ല റബ്ബേ. അല്ലാഹുവേ ഈ ബഹുമാനപ്പെട്ട വലിയന്റെ കറാമത്ത് കൊണ്ട് എല്ലാവരും ആത്മാർത്ഥതയോടെ അമ്മയും പറയും, ആ സഹോദരൻ ഈ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അടുത്ത ആണ്ടിന് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൊണ്ട് മഖാമിന്റെ മുമ്പിൽ വരാനുള്ള മഹാഭാഗ്യം ആ സഹോദരന് നീ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ അല്ലാഹ്. കറാമത്തോടില്ലെങ്കിൽ എന്ത് ആണ്ട് നേർച്ച തമ്പുരാനെ. അല്ലാഹുവേ ഔലിയാക്കളുടെ ഇടപെടലുകളില്ലെങ്കിൽ എന്ത് ഉറൂസ് പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ കറാമത്ത് ഞങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം സാധിപ്പിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് അനുഭവത്തിലൂടെ നീ കാണിച്ചു തരണേ അല്ലാഹ്, നീ കാണിച്ചു തരണേ അല്ലാഹ്. സുഖമില്ലാത്ത കുഞ്ഞുമക്കൾ, നടക്കാൻ കഴിയാത്തവർ, ബുദ്ധിയില്ലാത്തവർ, അല്ലാഹുവേ രോഗികൾ, സിഹർ ഏറ്റ് തകർന്നു പോയവർ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇതിനേക്കാളും വലിയ വരുന്ന സിഹറിന്റെ ലോകത്ത് എവിടെയാണുള്ളത് പടച്ചവനെ? രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പൊട്ടിപ്പൊളിഞ്ഞ കച്ചവടക്കാരുണ്ടല്ലാ, വീടില്ലാത്തവരുണ്ടല്ലാ, ആരോഗ്യമില്ലാത്തവരുണ്ടല്ലാ, കടക്കണിയിൽ അകപ്പെട്ടു പോയവരുണ്ടല്ലാ, സർവ്വതും നശിച്ചു പോയവരുണ്ടല്ലാ, എന്തു തുടങ്ങിയാലും പരാജയപ്പെടുന്നവരുണ്ടല്ലാ. ഇന്നു മുതൽ അവർ ചിന്തിക്കുന്നതും ചെയ്യുന്നതും എല്ലാം നീ വിജയത്തിലാക്കണേ അല്ലാഹ്, വിജയത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞാൻ ഉച്ചയ്ക്ക് വന്ന് വിശ്രമിച്ച് കുളിച്ച് സന്തോഷത്തോടുകൂടി എനിക്ക് അതിനുള്ള അവസരം തന്ന ബാവ എന്ന് പറയുന്ന സാധുവായ സഹോദരന്റെ ഉപ്പാടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മക്കളെ, മരുമക്കളെ, ചെറുമക്കളെ, കുടുംബക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പലരും ദുആ ചെയ്യാൻ പറഞ്ഞ
എന്റെ പ്രിയപ്പെട്ട ആസാദും അതുപോലെ താമരശ്ശേരി ശംസും ഉൾപ്പെടെ നൗഷാദ് ഉൾപ്പെടെ അള്ളാഹുവെ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് ആളുകൾ അബൂബക്കർ യമാനി കുട്ടിയ സംതാലിമിൻ നാസർ ഫൈസി കൂടത്തായി അള്ളാഹുവെ മുക്കം ഉമർ ഫൈസി ഉൾപ്പെടെ സുബ്ഹാനല്ലാഹ് സമസ്തയുടെ ഒരുപാട് പണ്ഡിതന്മാർ SKSF-ന്റെ ഒരുപാട് ചുണക്കുട്ടന്മാർ ഒരുപാട് യുവ സുഹൃത്തുക്കൾ ദീനീ പ്രവർത്തകർ അള്ളാഹുവെ മണ്ണാർക്കാട് നിന്നുള്ള സഹോദരങ്ങൾ മലപ്പുറത്ത് നിന്നുള്ള സഹോദരങ്ങൾ അള്ളാഹുവെ കോരമംഗലത്ത് നിന്ന് പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഓടി 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 ഈ പരിശുദ്ധ മഖാമിന്റെ മുമ്പിൽ ഈ വലിയ പരിപാടി സമ്മതിക്കാൻ ഓടിയെത്തിയവർ അള്ളാഹുവെ ക്ലാസ് റൂമിലൂടെ നമ്മുടെ പ്രോഗ്രാം ലൈവായി കണ്ടും കേട്ടും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് പ്രവാസികൾ റബ്ബേ അള്ളാഹുവേ അവരെ നീ സഹായിക്കണേ അല്ല അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ല സങ്കടങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ല പഠിച്ചവരെ ഞങ്ങളൊക്കെ എപ്പോഴും ഗൾഫിൽ പോയാലും ഓടി നിന്ന് ഞങ്ങളുടെ സർവ്വകാര്യങ്ങൾക്ക് സഹകരിച്ച് ഞങ്ങളുടെ പ്രോഗ്രാം കഴിയുന്നതുവരെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അള്ളാഹു ഇവിടെ പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങിയവർ അള്ളാഹു ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയവർ പഠിച്ചവനെ നാട്ടിലെ യത്തീംഖാനകളും അറബി കോളേജിലും പള്ളികളും ഒക്കെ അവരുടെ കയ്യിലുള്ളതാണ് നീ നിലനിർത്തി കൊടുക്കണേ അല്ല യത്തീം മക്കളുടെ പേര് പറഞ്ഞ് പൈസ പിരിച്ച് കുംഭ വിരുപ്പിക്കുന്ന പരാജിതരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ല യത്തീമിങ്ങളുടെ പൈസ കൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ല അള്ളാഹുവെ സൂക്ഷിക്കാൻ തൗഫീഖ് തരണേ അല്ല പൊതുവെ കൈകൊണ്ട് തൊടുമ്പോ തീക്കട്ട പോലെ പേടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ല 50 പൈസ ഹൗദിനകത്ത് വീണപ്പോൾ എന്റെ 50 പൈസയെ കുറിച്ച് അള്ളാഹു വിചാരണ നടത്തുമല്ലോ എന്ന് പറഞ്ഞ് ഹൗദിന്റെ കരയിലിരുന്ന് പൊട്ടിക്കരഞ്ഞ് കണ്ണീർ തുസാദിന്റെ ഗുരുത്വം അള്ളാഹു ഞങ്ങൾക്ക് നൽകണേ അല്ല ഒരു യോഗ്യതയില്ലാത്ത പാവപ്പെട്ട ഞങ്ങൾക്ക് ഈമാൻ ഉറപ്പിച്ചു തരണേ അല്ല മുഖ്യസീകളാക്കണേ അല്ല ഇഖലാസുള്ളവരാക്കണേ അള്ളാഹു പഠിച്ചവരെ കാഞ്ഞങ്ങാട് നിന്ന് എന്റെ പ്രിയപ്പെട്ട ഖത്തറിൽ ബിസിനസ് നടത്തുന്ന അൻവർ എന്ന് പറയുന്ന സഹോദരൻ കാണാൻ വേണ്ടി ഓടി വന്നിട്ടുണ്ട് തമ്പുരാനെ ഇവിടെ അള്ളാഹു അദ്ദേഹത്തിന്റെ പൊന്നുമോനെ അനുഗ്രഹിക്കണേ അല്ല കുടുംബത്തിൽ ഒരുപാട് വിഷയങ്ങളുടെ എല്ലാം പരിഹരിച്ചു കൊടുക്കണേ അല്ല പഠിച്ചവനെ ഇവിടെ വന്ന ഒരുപാട് ആളുകൾ മക്കയും മദീനയും കാണാത്തവരാണ് തമ്പേ അള്ളാഹു നിന്റെ കഅബ പഠിച്ചവനെ നിന്റെ കഅബ ലക്ഷക്കണക്കിന് ആളുകൾ ത്വാഫ് ചെയ്യുന്ന കഅബ ആ കഅബ ഈ സിയം മഖാമിൽ ഇന്ന് വന്നവരെ കാണിക്കാതെ അവരെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ് അവരെ കാണിക്കാതെ മരിപ്പിക്കല്ലേ ഞങ്ങളുടെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്ന പുണ്യ മദീന അല്ലാഹുവേ കാണാൻ സൗന്ദര്യമുള്ള മദീന പറയാൻ സൗന്ദര്യമുള്ള മദീന അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടായി പോകുന്ന മസ്ജിദുൻ നബവി അത് കാണിക്കാതെ ഇവിടെ വന്ന ഒരാളെയും അല്ലാഹുവേ നീ മരിപ്പിക്കല്ല റബ്ബേ സാറേ നല്ല സ്ഥലമാണ് ഒരുപാട് ഇജാബത്തുള്ള സ്ഥലമാണ് അതുകൊണ്ട് എന്നെ മറക്കല്ലേ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് ഓണത്തൂർ അസീസക്ക് അല്ലാഹുവേ എല്ലാ സന്തോഷവും എല്ലാ നന്മയും നീ ചൊരിഞ്ഞു കൊടുക്കണേ പഠിച്ചവനെ ഈ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ ഞങ്ങൾ ലോകത്തിരുന്ന് വിട പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല റബ്ബേ അല്ലാഹുവേ ഈമാനില്ലാത്ത മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ് ഞങ്ങളെ കാഫിറാക്കി മരിപ്പിക്കല്ലേ പഠിച്ചവനെ ഓരോ മഹാന്മാരും മരിച്ച് അവരുടെ മയ്യത്ത് നിസ്കാരത്തിന് പാണക്കാട് സയ്യിദന്മാരെ നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങൾ മാറി നിന്ന് കരഞ്ഞു പോകുന്നുണ്ട് തമ്പുരാന് അല്ലാഹുവേ ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളെങ്കിലും ഒരു കുഞ്ഞിനെങ്കിലും അല്ലാഹുവേ ഞങ്ങൾക്ക് തരണേ അല്ലാഹ് ഞങ്ങൾക്ക് തരണേ അല്ലാഹ് ആഫികളെ തരണേ അല്ലാഹ് ആരിഫികളെ തരണേ അല്ലാഹ് ആലിമീകളെ തരണേ അല്ലാഹ് ഔലിയാക്കളെ തരണേ അല്ലാഹ് ഞങ്ങളുടെ മയ്യത്ത് പച്ച വെണ്ണകത്തിറക്കി വെക്കുമ്പോൾ നിന്റെ ആരിഫീകൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മഹാഭാഗ്യം ഈ മഖാമിന്റെ കറാമത്ത് കൊണ്ട് ഞങ്ങൾക്ക് തരണേ അല്ലാഹ് അല്ലാഹുവേ ആരുമില്ലാത്തവരാക്കി ഞങ്ങളുടെ ഖബറിനെ മാറ്റല്ലേ അല്ലാഹ് ഒരു ഫാത്തിഹ പോലും കിട്ടാത്ത ഖബറാക്കി ഞങ്ങളുടെ ഖബറിനെ മാറ്റല്ലേ മക്കളും കുടുംബക്കാരും തിരിഞ്ഞു നോക്കാത്ത അല്ലാഹുവേ പഠിച്ചവരെ ഒരു നന്മയും ഇല്ലാത്ത ഖബറാക്കി ഞങ്ങളുടെ ഖബറിനെ മാറ്റല്ലേ അല്ലാഹ് ഞങ്ങൾ പലരുടെയും ഉമ്മയും ഉപ്പയും ഖബറുകളിലാണ് റബ്ബേ ഈ ദുആ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് സുഖമില്ലാത്ത ഉമ്മമാരും ഉപ്പമാരുണ്ടെങ്കിൽ ലോകം മാറ്റിക്കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ് ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ് ദയാലുവായ കരുണക്കടനായ സ്നേഹനിധിയായ അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് ധിക്കാരം കാണിച്ചിട്ടും ഞങ്ങളെ സ്നേഹിക്കുന്ന അല്ലാഹ് ഒരുപാട് നമസ്കാരം കളാക്കിയിട്ട് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലാഹ് ഒരുപാട് നന്ദികേട് കാണിച്ചിട്ടും വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന അല്ലാഹ് ഞങ്ങളോട് കോപിക്കല്ലേ അല്ലാഹ് ഞങ്ങൾക്ക് നന്ദിയുള്ളവരാകാൻ ഭാഗ്യം തരണേ അല്ലാഹ് നിനക്ക് വേണ്ടി ജീവിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ് നിന്റെ ഖുർആൻ റമദാൻ കഴിഞ്ഞ് മടക്കി വെച്ചവരാക്കല്ലേ അല്ലാഹ്
അടക്കി വെച്ചവരാക്കല്ലേ അല്ല. സഹോദരിമാർക്ക് മക്കാമിൽ വരുമ്പോ വസ്ത്രദാനത്തിന് ശ്രദ്ധിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ല. അല്ലാഹുവേ ഇവിടുത്തെ പൊരുത്തക്കേട് തരല്ലേ അല്ല. ഞങ്ങൾക്ക് യോഗ്യതയില്ലാത്ത പുരാന് ആ പൊരുത്തക്കേട് താങ്ങാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല റബ്ബേ. അല്ലാഹുവേ ഈ പാതിരാത്രി ഞങ്ങളുടെ ദുആയിൽ തട്ടിക്കളയല്ല അല്ല, സ്വീകരിക്കണേ അല്ല. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരുടെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ല. ആസാദിനെ പോലെ ശംസുവിനെ പോലെ ഒരുപാട് ആളുകൾ അവിടെ ജീവിച്ചിരിക്കുന്ന ഉമ്മയും ഉപ്പയും നീ അനുഗ്രഹിക്കണേ അല്ല. പടച്ചവൻ ഇവിടെ വന്ന മുഴുവൻ ആളുകളുടെയും മാതാപിതാക്കൾ അനുഗ്രഹിക്കണേ അല്ല. അല്ലാഹുവേ ജലീൽ ഉസ്താദ് പ്രത്യേകിച്ച് പറഞ്ഞു, പച്ചിയെ മറക്കല്ലേ, പറഞ്ഞ ഉസ്താദിന്റെ ഖബർ നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ അല്ല. അല്ലാഹുവേ അവരൊക്കെ എത്രയും ദുആ കിട്ടുന്നവരാ, ഞങ്ങൾക്ക് ദുആ കിട്ടുന്ന മരണം നൽകണേ അല്ല. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ ഈ പ്രായത്തിലും ദീനിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവർ, ത്യാഗം ചെയ്യുന്നവർ, മരിക്കുന്നതുവരെ ആദർശ ശുദ്ധി കൈവിടില്ലാതെ തീരുമാനിച്ചവർ, അല്ലാഹുവേ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ല, സ്വർഗം കൊടുക്കണേ അല്ല. അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ, കോഴിക്കുട്ടി ഉസ്താദിനെ പോലെ, അല്ലാഹുവേ പടച്ചവരെ സൂമില്ലാതെ നടക്കുന്ന കീശേരി ഉസ്താദിനെ പോലെ, തൊടിയൂർ ഉസ്താദിനെ പോലെ, അല്ലാഹുവേ പടച്ചവരെ ആ പ്രിയപ്പെട്ട ഉസ്താദ്മാർക്ക് ദീർഘായുസ് കൊടുക്കണേ. ഒരു ഉസ്താദിനും പകരം വെക്കാൻ ഞങ്ങളുടെ കയ്യിൽ ആരുമില്ല അല്ല, ഞങ്ങളുടെ കയ്യിൽ ആരുമില്ല റബ്ബേ. എന്നീത്ത് ഉസ്താദിന്റെ മുഖം ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. അല്ലാഹുവേ ശംസുകളുടെ മുഖം ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. പകരം ഞങ്ങൾ ആരെയാണ് മുമ്പിൽ വെക്കുക റബ്ബേ? ആരുമില്ല തമ്പുരാനെ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ദീർഘായുസ് കൊടുക്കണല്ല. പടച്ചവനെ ഞങ്ങളെ ഒരു വിരട്ടിയാലും ചീത്ത വിളിച്ചാലും ആട്ടി ഓടിച്ചാലും ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും ഞങ്ങൾ പോലെ റബ്ബേ ആ കാൽക്കീഴിൽ കിടന്ന് പൊട്ടിക്കരത്തി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ല. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ല. ഞങ്ങൾ പഠിച്ച സ്ഥാപനങ്ങൾ, ഞങ്ങൾ ജോലി ചെയ്ത സ്ഥാപനങ്ങൾ, ഞങ്ങൾ പ്രസംഗിച്ച സരസ്വര സ്ഥാപനങ്ങൾ, മദ്രസകൾ, യതീംഖാനകൾ, അറബി കോളേജുകൾ, അല്ലാഹു എല്ലാം നീ വളർത്തണേ റബ്ബേ, ഉയർത്തണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ നാവ് കൊണ്ട് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങളെ വളർത്തിയെടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, അസൂയാലുകൾ എന്തൊക്കെ, ശത്രുക്കൾ എന്തൊക്കെ മെനഞ്ഞെടുത്താലും അല്ലാഹുവേ നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ ആട്ടി ഓടിക്കല്ലേ അല്ലാ, നീ ഞങ്ങളോട് പിണങ്ങല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൽവിന്റെ കത്ത് നിന്റെ ഈ എത്ര പെട്ടെന്നാണ് 30 മിനിറ്റ് കഴിഞ്ഞു പോകുന്നത് പോലെ 30 റമദാന്റെ 30 ദിവസം പോയി റബ്ബേ. ഇത് തിരിച്ചു കിട്ടുമല്ലോ അല്ലാ. അല്ലാഹുവേ ഈ കഴിഞ്ഞു പോയത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാ. തറാവീഹ് നമസ്കരിക്കാൻ കൊതിയുണ്ട് റബ്ബേ. റമദാനിന്റെ സമയങ്ങളൊക്കെ പോയല്ലോ റബ്ബേ. അല്ലാഹുവേ കഴിഞ്ഞു പോയ റമദാൻ പോലെ ഇനിയും ഞങ്ങൾക്ക് റമദാൻ തരണേ അല്ല, ഇനിയും റമദാൻ തരണേ അല്ല. ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് അപകട മരണം തരല്ലേ അല്ല, ദുരിതം തരല്ലേ അല്ല. പടച്ചവനെ ഇവിടുന്ന് സിയമക്കാവിന്റെ 25ാമത് വാർഷിക സമ്മാനമായി 100 രൂപയ്ക്ക് കൊടുത്ത് സുവനീർ വാങ്ങിയ മുഴുവൻ ആളുകൾക്കും അവിടുത്തെ പൊരുത്തം കൊടുക്കണേ അല്ല. കേവലം ഒരു സാമ്പത്തിക സ്വരൂപണത്തിന് വേണ്ടി മാത്രമല്ല നമ്പുരാനെ, മഖാമിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് നീ അനുഗ്രഹിക്കണേ അല്ല. ഇവിടെ സഹായിക്കുന്നവർ, നേർച്ചയ്ക്ക് പൈസ നേരുന്നവർ, ചെറുക്ക ചെയ്യുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ല. പടച്ചവനെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും നീ സംരക്ഷിക്കണേ അല്ല. ജീവിതത്തിൽ സഹായം ഏർപ്പെടുത്തണേ അല്ല. ആ ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്ത ലിസ്റ്റുകൾ ഒന്നും വായിച്ചിട്ടില്ല അല്ല. അല്ലാഹുവേ ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടി, സുഖപ്രസവത്തിന് വേണ്ടി, ക്യാൻസർ മാറാൻ വേണ്ടി, കച്ചവടത്തിന്റെ വറക്കത്തിന് വേണ്ടി, ഗൾഫ് ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി, ഉമ്മാടെ രോഗം മാറാൻ വേണ്ടി, മരിച്ചുപോയ ഉപ്പാടെ കബർ വിശാലമാക്കാൻ വേണ്ടി, അങ്ങനെ ഒട്ടനവധി നൊമ്പരങ്ങൾ, സങ്കടങ്ങൾ, നടക്കാത്ത മക്കൾ, ചിരിക്കാത്ത മക്കൾ, ചെവി കേൾക്കാത്ത മക്കൾ, അല്ലാഹുവേ ബുദ്ധിയില്ലാത്തവർ, ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുന്നവർ, അല്ലാഹുവേ അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ എല്ലാം നിന്റെ മുന്നിൽ ഏൽപ്പിക്കുകയാണ് റബ്ബേ. എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അർഹമറഹീമായ റബ്ബേ, നാളെ ഈ വിനീതിന് അജ്മീറിലേക്ക് പോവാണ്. യാത്രയിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം തരണേ അല്ലാ. ങ്ങളുടെ പൊരുത്തം ഈ സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാം നീ നൽകണേ അല്ലാ. നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹു എന്റെ പൊന്നുമോന്റെ രോഗം നീ മാറ്റണേ അല്ലാ, രോഗം നീ മാറ്റണേ അല്ലാ, രോഗം നീ മാറ്റണേ അല്ലാ. മഖാമിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൽബുവേദനയോടുകൂടി പറയുന്നു, അല്ലാഹുവേ ഇങ്ങനെ പ്രസംഗത്തിന്റെ ദൈവത്തിന്റെ മേഖലയിൽ പോകണമെങ്കിൽ വീട്ടിൽ മക്കൾക്ക് സന്തോഷമായിരിക്കണം അല്ലാ. ഇല്ലെങ്കിൽ പാവപ്പെട്ട ഞങ്ങൾക്ക് ഈമാൻ കുറവാണ്, വേണം മനസ്സ് പിടഞ്ഞു പോകും. അല്ലാഹുവേ പടച്ചവനെ ആ പൊന്നുമോന്റെ രോഗം നീ മാറ്റണേ അല്ലാ. ഇനി ഒരിക്കലും വരുത്തല്ലേ അല്ലാ, ഇനി ഒരിക്കലും വരുത്തല്ലേ അല്ലാ, ഇനി ഒരിക്കലും വരുത്തല്ലേ അല്ലാ, ഇനി ഒരിക്കലും വരുത്തല്ലേ അല്ലാ. നിങ്ങളുടെ പ്രസംഗം ആത്മീയമായ പ്രസംഗമുള്ളതാക്കണേ അല്ലാ. അല്ലാഹുവേ ജനങ്ങളുടെ കൽബ് തുറക്കുന്ന പ്രഭാഷകനാക്കണേ അല്ലാ. ജനങ്ങളുടെ ഹൃദയം
ജീവിതത്തിലേക്ക് ഖുർആനും ഹദീസും ചരിത്രവും വിട്ടുകൊടുത്ത് വലിയൊരു മാറ്റൽ വിളക്കാൻ ഈ നാവിന് നീ ഭാഗ്യം നൽകണേ അല്ല. പേരിനും പ്രശസ്തിക്കും പണത്തിനും പദവിക്കും വേണ്ടി ആക്കല്ലേ അല്ല. ജനങ്ങൾ പറയട്ടെ റബ്ബുരാനെ, പക്ഷെ ഞങ്ങളെ നീ അങ്ങനെ ആക്കല്ലേ റബ്ബേ, ഞങ്ങളെ നീ അങ്ങനെ ആക്കല്ലേ അല്ല, നിങ്ങളെ നീ അങ്ങനെ ആക്കല്ലേ അല്ല. ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹു മനസൂറിനായ ഖൈറൻ നാസിരി. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, സ്വീകരണം തന്നവർ, സന്തോഷം തന്നവർ, ഇതിനു വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെടുന്നവർ, സെക്യൂരിറ്റിക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അല്ലാഹുവേ ഒരുപാട് സൗകര്യങ്ങൾ ഈ മഖാമിന് വേണ്ടി ചെയ്തവർ എല്ലാവരെയും, ഇവിടുത്തെ ഖാദിമീങ്ങൾ, ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ, ഇവിടുത്തെ മുദരിസീങ്ങൾ, ഇവിടുത്തെ മുഅല്ലിമീങ്ങൾ, ഇവിടുത്തെ മുഅദ്ദിമാർ ഉൾപ്പെടെ സർവ്വരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ സ്റ്റേജിലേക്ക് എന്ന് വന്ന